ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, അങ്ങനെ തുർക്കിയിലെ നമ്മുടെ ആദ്യത്തെ വീഡിയോ എന്ന് വേണേൽ പറയാം, അല്ലെ രണ്ടാമത്തെ വീഡിയോ എന്ന് പറയാം. അതായത് ആദ്യത്തെ വീഡിയോ എന്ന് വെച്ചാൽ വേണേ നമുക്ക് മൂന്നാമത്തെ വീഡിയോ. അതായത് ആദ്യത്തെ വീഡിയോ നമ്മൾ ഇൻഫർമേഷൻ ആണല്ലോ കൈമാറിയത്. രണ്ടാമത്തെ വീഡിയോക്ക് പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ഒന്നുമില്ല. ഗൈസ് നോക്കൂ, ഇന്നലെ രാത്രി, അതായത് ഇന്നലെ വൈകുന്നേരം, ഇന്നലെ വണ്ടിയിൽ ഇരുന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഉള്ളത് തുർക്കിയിൽ ഒരു ക്യാമ്പർ സൈറ്റിലാണ്. അതായത് ഇവിടെ കിടക്കാനുള്ള സ്ഥലമുണ്ട്, പിന്നെ അതേപോലെ തന്നെ വണ്ടി ക്യാമ്പ് ചെയ്യാൻ പറ്റും. അതായത് കുളിക്കാനുള്ള സ്ഥലമുണ്ട്, നീന്താനുള്ള സ്ഥലമുണ്ട്, എല്ലാ സ്ഥലമുണ്ട്. പെർ ഡേ ഹൗ മച്ച്? ഏകദേശം നാട്ടിൽ 1600 രൂപ. 1600 1800 സംതിങ് 800 തിർത്തിരി. അതാണ് 800 തുർക്കിഷ് മണിയാണ്. നമുക്ക് ഒരു ദിവസം ഇവിടെ കിടക്കാം. നമ്മൾ 2 ദിവസം എടുത്തു, ഇന്നലെ ഇന്നും. നാളെയാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. ഇന്ന് നമ്മളിവിടെ ഫുഡൊക്കെ വെച്ച് നമ്മുടെ വണ്ടിയൊക്കെ വൃത്തിയാക്കി, വണ്ടിയുടെ കുറച്ച് ലൈനുകളും കുറച്ച് സംഭവങ്ങളും പിന്നെ സ്പീക്കർ സംവിധാനങ്ങളൊക്കെ പണിതപ്പോൾ അത് കുളമായിപ്പോയി. അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ചെയ്യാണ്ട് അത് ചെയ്തതിന് ശേഷം നാളെ രാവിലെ വെളുപ്പിന് ഇവിടെ നമ്മളൊരു വില്ലേജിലേക്ക് പോകും. അതിനുശേഷം നമ്മളങ്ങനെ അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് നമ്മളങ്ങനെ തുർക്കി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഗൈസ് നോക്കൂ, ഇനി ഒരു 3-4 ദിവസത്തേക്ക് ഇതേപോലത്തെ ക്ലൗഡിയായ കാലാവസ്ഥയായിരിക്കും. ലിവിൻ തൊട്ടപ്പുറം ഒരു ചേച്ചി ഇരുന്ന് ആടുന്നുണ്ട്. ആ ആടുന്നത് നോക്കുന്നുണ്ട്. ഇത് വെള്ളത്തിലേക്ക് വീഴുവോ അതോ അവിടെ തന്നെ അസ്തമിക്കുമോ എന്നുള്ളത്. ചേട്ടനായി ആണോ? ഗൈസ് ഇത്ര നേരം വരെ ചേച്ചിയായിരുന്നു, ഇപ്പം ചേട്ടനായി. അതുകൊണ്ട് അവര് ഊഞ്ഞാലാടുവാണ്. വണ്ടി പാർക്ക് ചെയ്ത് ശല്യമൊന്നുമില്ല. 2 3 ക്യാമറ ഇടാം. 3 പിന്നെ വേറെ കാര്യമുണ്ട്, അവർ വലിച്ചോണ്ട് വന്നിരിക്കുന്ന ട്രക്ക് പോലത്തെ സാധനം എൻ്റെ ഉള്ളിലുണ്ട്. ട്രക്ക് എന്ന് പറഞ്ഞാൽ കണ്ടെയ്നർ പോലത്തെ സാധനം. അത് എപ്പം വേണം വലിച്ചോണ്ട് വന്ന്. തൊട്ടടുത്ത് ഇവിടെ നമുക്ക് ഇതുണ്ട്. ഇവിടെ ഒരു ഇരിക്കാനുള്ള സ്ഥലം, ഫിഷിങ്ങിനുള്ള സ്ഥലം അതുണ്ട്. പിന്നെ അതുകൂടാതെ ഇനിയിപ്പോൾ യൂറോപ്പിലേക്കൊക്കെ ഇതേപോലത്തെ സ്ഥലങ്ങൾ ഇഷ്ടം പോലെ കിട്ടും. വേണേൽ നമുക്ക് ഇവിടെ ഷഷ്ലീക്ക് ഉണ്ടാക്കാം. വൈകിട്ട് കുറെ പേര് ഇന്നലെ ഷഷ്ലീക്ക് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ നമ്മളും മീനും ചോറും ഉണ്ടാക്കി. പിന്നെ നമ്മളെ കുറെ വിളിച്ചാണ്. പിന്നെ ഭാഷ അറിയത്തില്ല, അതിന് അവിടെ പോയിട്ട് എണ്ണ കിട്ടാൻ അവർ കൂതാ കഥ എന്നൊക്കെ പറയും. നമുക്ക് ഇതുണ്ടോ, ഇതൊരു കിഡിലൻ പുഴയാട്ടോ. ഇത് ചെന്ന് പതിക്കുന്ന ഒരു കടലിലേക്കാണ്. ഇതുകൊണ്ട് ഇതിങ്ങനെ തട്ടായിട്ട് കിടക്കുകയാണ്. ഈ ഒരു പ്രോപ്പർട്ടിയുടെ മെയിൻ സെറ്റപ്പ് എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഹോട്ടലുണ്ടല്ലോ ഇതുപോലെ ക്യാമ്പിംഗ് സംവിധാനങ്ങളില്ല. ക്യാമ്പിംഗ് ഉണ്ട് പിന്നെ നമ്മുടെ അടുത്ത്. പക്ഷെ നമ്മുടെ ക്യാമ്പിന്റെ അവിടെ ഇച്ചിരി പ്രശ്നങ്ങളാണ്, ലൈസൻസ് കിട്ടാൻ വേണ്ടി. അതിന്റെ ഒരു പ്രശ്നങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. വണ്ടികളുണ്ട് ക്യാമ്പിങ്ങുള്ള സംവിധാനം. പിന്നെ എന്താണെന്ന് വെച്ചിട്ട് ഇവിടെ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചിട്ടുണ്ട് ഇല്ല. നമ്മുടെ നമ്മുടെ നാട്ടില് ഇതേപോലെയുള്ള ക്യാമ്പർ പാർക്കും ക്യാമ്പിങ്ങും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. 1-2 ഉണ്ട് ഇപ്പോഴത്തെ പുതിയ സംവിധാനത്തിൽ. ശരിയാട്ടോ, സോറി ഗൈസ്. സംഭവമുണ്ട്. ഈ കാണുന്ന പുഴയില്ലേ, ഇത് ചെന്ന് പതിക്കുന്ന അത് കടലാട്ടോ. ഇതുണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ കറക്റ്റ് നോക്കി കഴിഞ്ഞാൽ ഈ കാണുന്ന ആ പാലം കണ്ടോ, ആ പാലത്തിൽ കൂടെ ഇപ്പോൾ വണ്ടി വന്ന് നിങ്ങൾ കണ്ടു കാണും. അത് കഴിഞ്ഞ് കാണുന്ന കടലാണ്. ആ കടലിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ ഇത്രയും ദിവസം സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഇതേ ഇങ്ങോട്ടൊക്കെ വരാൻ നേരത്ത് നല്ല കിടിലൻ തുർക്കി ടൈപ്പ് പള്ളികളും സംഭവങ്ങളൊക്കെ കാണാം. ഇവരുടെ വീടുകളൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ നോക്കുന്നത് ഇങ്ങനെ തന്നെയാണ് കണ്ടത്. അതായത് നമുക്ക് ഇനിയിപ്പം ടൂറിസ്റ്റ് പ്ലേസ് ഇങ്ങോട്ടാണ്. ടൂറിസ്റ്റ് പ്ലേസ് അല്ല, ഒരു വില്ലേജാണ്. ആ പോകുന്ന വഴിക്ക് അതിനോട് അനുബന്ധപ്പെട്ടമായ പ്രോപ്പർട്ടികളും സംവിധാനങ്ങളൊക്കെ കാണുന്നത്. പിന്നെ വേറെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മൾ വന്ന് യാത്ര ചെയ്തിട്ട് ആദ്യമായിട്ടാണ് തേയില കാണുന്നത്. മൊത്തം തേയില. അതെ അല്ലേ, കിടിലൻ സ്ഥലമായിട്ട്. അങ്ങോട്ടൊക്കെ നോക്കി നല്ല കിടിലം വ്യൂ എന്ന് വെച്ചാൽ കിടിലം വ്യൂ ആയിട്ട്. ഇത് നോക്കിയേ, ഫുൾ ഒരു മൂന്നാർ ആ ഒരു ഫീലിംഗ് ആണ്. വട്ടവടയൊക്കെ പോയ ഓവർ തണുപ്പല്ല, ഒരു തണുപ്പ്. അവിടെ നമ്മൾ മൂന്നാർ എങ്ങനെയാ പോയ ആ ഒരു തണുപ്പ്. ഗൈസ് ഇത് കണ്ടോ, ഇത് ഈ പ്രോപ്പർട്ടി മൊത്തം ഇതുപോലത്തെ സംവിധാനങ്ങൾ. നമുക്ക് ഇങ്ങനെ നടന്ന് പോവാം കേട്ടോ. ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയത്തില്ല. ഇത് ക്യാമ്പിങ്ങും വണ്ടി കൊണ്ട് ക്യാമ്പ് ചെയ്യാനും പറ്റും. അതുപോലെ ഇവിടെ വന്നിട്ട് ഇതുപോലെ ടെന്റിൽ ക്യാമ്പ് ചെയ്യാൻ പറ്റും. ഇതെനിക്ക് വന്ന് കിടക്കാനുള്ള സംവിധാനം. പിന്നെ അവിടെ ഒരു ചെറിയ റെസ്റ്റോറന്റ് പോലത്തെ സംവിധാനമുണ്ട്. എനിക്ക് തോന്നുന്നത് പാലമാണ്. എനിക്ക് തോന്നുന്നത് ഇത് പാലമൊന്നുമല്ല, ഇത് മറ്റേ ഇങ്ങനെ കിടക്കുന്ന സംവിധാനം, ജമ്പ് ചെയ്യുന്നത്. ഇതൊക്കെ ഫുള്ള് പൂവാണേ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു 1-2 ദിവസം കൊണ്ടെല്ലാം കിടുവായി മാറും. കാലാവസ്ഥ മോശം. വേറെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഒരു ചെറിയ ചെക്ക് ഡാം ഒക്കെ ഉണ്ട് ഇവിടെ. അങ്ങോട്ട് പോകാം നമുക്ക്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ട്. അപ്പോൾ ആ തണുപ്പിനെ നമുക്ക് ഭേദിക്കണം. അപ്പോൾ അതിന് കോട്ടിടണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം വെക്കുക എന്നുള്ളതാണ്. ഇതിലാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിപ്പോയാൽ അതിൽ തന്നെ കയറി വരുവാണ്. ഇന്നത്തെ നമ്മുടെ പരിപാടി, നമ്മുടെ വണ്ടിക്കുള്ളിൽ നമ്മളങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം വീഡിയോ എടുക്കാൻ പോകണം ഭക്ഷണം വെക്കുന്നതിൻ്റെ. ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ വീഡിയോ ഞങ്ങൾ എടുത്തിട്ടില്ല. കൈസ് ഇതാണ് നമുക്ക് പാർക്കുകൾ. ഇതുണ്ടോ, ഇതേപോലെ ഇങ്ങനെ ഒരു മരം ഒരു ബൗണ്ടറിയാണ്. ഈ ബൗണ്ടറിയുടെ അടുത്ത് ഇതേപോലെ ഉള്ളിൽ നമുക്ക് കയറ്റിയിടാം. ഇത് ഞാൻ ഓവർലാൻഡ് നോക്കി എടുത്തതാണ്. ഒരു വണ്ടി നമുക്ക് ശരിക്കും അവിടെ ഇട്ടാൽ മതിയായിരുന്നു. അവിടെയാണ് ആ സ്പേസും കൂടെ കിട്ടിയാനായിട്ടോ. മാറ്റിയാലോ, നമുക്ക് ആ സ്ഥലം ഇട്ടാലോ. എനിക്കൊന്ന് ഇത് ഇവിടുത്തെ ഓണറിൻ്റെ തോന്നുന്നു. പിന്നെ ക്യാമ്പിങ് അതുപോലത്തെ സംവിധാനം. ഇവിടെ വിറക് കിട്ടും. ഇതുണ്ടോ, വിറകൊക്കെ കൊത്തിപ്പൊട്ടിച്ച് വെച്ചാൽ എല്ലാത്തിനും എക്സ്ട്രാ കാശ് കേട്ടോ. തുണി കഴിക്കണ എക്സ്ട്രാ കാശ്, അത് കുളിക്കാനും മാത്രം വേണ്ട. കുളിക്കാനും ബാത്റൂമിനകത്ത് എക്സ്ട്രാ കാശ് വേണ്ട. ഇതുണ്ടോ, ഇത് ഈ ഹൈവേ കൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ ഡോഗ് ഉണ്ട് എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ട് തുർക്കിഷ് ഭാഷാ സംവിധാനങ്ങൾ. പിന്നെ CCTV സർവൈലൻസ് സംഭവങ്ങൾ. നമുക്ക് അടുത്ത ദിവസം പോകേണ്ട വില്ലേജിലേക്ക്. അതൊരു കിടിലൻ വില്ലേജാണ്, മോസ്റ്റ് ഫേമസ് വില്ലേജ്. നമ്മളിവിടെ കുറേ സ്ഥലത്ത് പോകുന്നുണ്ട്. അതായത്
ഇവിടെ ഒരു കിടിലൻ മൊണാസ്ട്രി ഉണ്ട്, ഒരു പള്ളി, ഒരു പിന്നെ നമ്മുടെ പിന്നെ ഭൂട്ടാനിലുള്ള മൊണാസ്ട്രി പോലത്തെ ഒരു മൊണാസ്ട്രി ഒക്കെ ഉണ്ട്. അല്ല, കാത്തലിക് ഓർത്തഡോക്സ് മൊണാസ്ട്രി, അതുപോലെ സംഭവങ്ങൾ, അങ്ങനെ കുറേ സംഭവമുണ്ട്. അപ്പം ഇത് ബോർഡറിനോട് അടുത്താണ്. അപ്രോക്സിമേറ്റ് ഒരു 80 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ ഇവിടുന്ന് അങ്ങോട്ടാണ് ബോർഡർ, സാർപ്പി. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നതാണ് ഇസ്താംബൂൾ. അപ്പോൾ അതിനോട് അടുത്താണ് ഈ ഒരു സംവിധാനം. ഈ കാണുന്ന ഇത് തേയിലയാണെന്നുള്ളത് വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ചയാണ്. അത് തലപ്പൊക്കമില്ല, ചെറിയ തേയിലകളാണ്, ഫുൾ പ്രോപ്പർട്ടി ആയിട്ടാ. അപ്പോൾ ഇതെന്തോ വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആയിരിക്കുമല്ലോ, അല്ലാതെ ഇങ്ങനെ വരുമല്ലോ. എന്നോട് അവിടുന്ന് തന്നെ 5-6 പേര് പറഞ്ഞു ഇവിടെ നല്ല സ്ഥലമാണ്, ഇങ്ങോട്ട് ഒന്ന് കാണണം, ഇവിടെ പുഴയുണ്ട്. ഏത് ഭാഷ പറഞ്ഞു? ഇംഗ്ലീഷില്. ഞാൻ അങ്ങനെ ചോദിക്കരുത് ടാക്സിക്കാരാണ് പറഞ്ഞേ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഭയങ്കര റെസ്പെക്റ്റ് ആട്ടോ ആൾക്കാരൊക്കെ. അതായത് നമുക്ക് ഭയങ്കര സഹകരണ സംവിധാനം ഒക്കെയാണ്. നമ്മുടെ ചെറുക്കനോട് കിടപ്പുണ്ട്. ബേക്കിൽ ഏരിയയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ വണ്ടി പോലെയാണ്, പക്ഷെ അതൊന്നും ഇല്ലാന്ന് എനിക്കറിയത്തുള്ളൂ. ആ AC ഇനി ആയാലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇതാന്ന് പറയണം, GPS സെൻസറാന്ന് പറയണം, അല്ലേടാ ലിവിനെ? അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ, കറക്റ്റായിട്ട് അല്ലേ? ഗൈസ് ഇത് കണ്ടോ, ഇവിടെ ഫിഷിങ്ങിനുള്ള റോപ്പും സംഭവമൊക്കെ ഉണ്ട്. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? ഫിഷിംഗ് അല്ലേ? അതെ. ഇത് ഫിഷിംഗ് അല്ലടാ, അല്ല, ഇത് വേറെന്താ സെറ്റപ്പ്. ഇത് മറ്റേ കൊടയുടെയാ, ആ കൊടയുടെ സംവിധാനങ്ങൾ. ഇത് കണ്ടോ, ഇതിങ്ങനെ തട്ടായിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകുക. അവിടെ പോയാലേ കൊണ്ടുണ്ടാക്കാം. അവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിലുള്ള പൈസ ഉണ്ട് കേട്ടോ. വലിയ പൈസ അല്ല, എന്നാലും അത്യാവശ്യം പൈസ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് ആട്ടെ ഇത്, അല്ലേ? വലിയ സെറ്റപ്പ് പാടില്ല, ചെറിയ പൈസ കുറച്ചിട്ട് നല്ല സെറ്റപ്പ്. ഇതിപ്പോൾ ഇവരുടെ അൺസീസൺ ആട്ടോ. സീസൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ തിരക്കുണ്ടോ നോക്കിയേ. ഇവൻ ഭയങ്കര വിക്രശാലി കേട്ടോ, കൂടുതൽ പോരും. ഇന്നലെ നീ വരാൻ നേരത്ത് നീ ഒന്ന് തലവിടാൻ വേണ്ടി കമ്പെടുക്കുന്നു, എന്തൊക്കെ വിക്രസ കാണിച്ചേ. ഇതിവിടെ ഈ ക്യാമ്പിങ്ങിനും പിന്നെ ഇവർ എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കുന്ന സംവിധാനങ്ങളൊക്കെയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ ഇത് റെസ്റ്റോറൻ്റ് ആട്ടോ. ഈ കാണുന്ന റെസ്റ്റോറൻറ്റ്, ഇവിടെയാണ് നമ്മൾ ബില്ലും സംഭവം കൊടുക്കുന്നത്. ഇവിടെ നമ്മളിങ്ങനെ നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം സാധനമൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. ഇവിടെ എല്ലാം ഉണ്ടോ, അത്യാവശ്യം സീസൺ അല്ലാത്തതുകൊണ്ടാണ് ആളില്ലാത്തത്. ഇത് റെസ്റ്റോറൻറ്റ്, ഇതിനപ്പുറം താമസിക്കുന്നത് 2 റൂമുണ്ട്. ഇതുണ്ടോ, ഇങ്ങനെ സെറ്റപ്പാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ടെൻ്റ് അടിക്കാം. ഇവിടെ ടെൻ്റ് അടിക്കാം കേട്ടോ. നിങ്ങൾ ഈ iOverland നോക്കിയാൽ മതി. പിന്നെ വേറെ 2-3 ആപ്പുകളുണ്ട്. iOverland ആണ് കുറച്ചും കൂടെ നല്ല, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്. പിന്നെ നിങ്ങളൊക്കെ മറ്റേ ഇത് കണ്ടോ, ടയറിന് എയർ അടിക്കുന്ന കേട്ടോ. എല്ലാം പഞ്ചറായി കഴിഞ്ഞെന്ന് തോന്നുന്നു. അതിപ്പം വിന്റർ മാറിയല്ലോ, എത്ര ദിവസം കഴിയുമ്പോൾ എല്ലാം പഞ്ചറാവനെ. സമ്മറിലേക്ക് ആയി കഴിഞ്ഞപ്പോൾ ഇതെല്ലാം എന്താണ്, റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അല്ല, ഇത് റൂമാ. അല്ല, അതെ, ബാത്റൂം വരെ ഉണ്ട്. റൂമാ കേട്ടോ. ഇതൊക്കെ റൂമുകളാണ്. ഇതുണ്ടോ, ഇതൊക്കെ റൂമുകളും സംഭവങ്ങളും. പുള്ളി എയർ അടിച്ചെല്ലാം റെഡിയാക്കുവാണ്. പുള്ളിയാണ് നമ്മളിവിടെ എല്ലാം കാണിച്ചു തന്നെ. ഇവിടെ ഇരിക്കാനുള്ള സംവിധാനം, പിന്നെ അത് ഇത് നിസ്കരിക്കാനുള്ള സ്ഥലം അവിടെ ഉണ്ട്. ഇതാ നിസ്കരിക്കാനുള്ള ചെറിയ മോസ്ക് പോലത്തെ സംവിധാനം അവിടെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. പിന്നെ ഇത് മറ്റേ ഇതാ കിച്ചനും മറ്റേ സാധനം. ഇതൊരു ഇതിൻ്റെ മേളിൽ താമസിക്കാൻ തോന്നുന്നു. ഇത് ഇവരുടെ ലോണ്ടറി റൂം. ഇവിടെ നമുക്ക് കിച്ചൺ കിട്ടും. കിച്ചന് പൈസ ഒന്നും വേണ്ട. ഇത് കണ്ടോ, കിച്ചൺ പൈസ വേണ്ട. ഇല്ല, കിച്ചന് ഫ്രീയാ. കിച്ചൺ ഫ്രീ ആണ്. പക്ഷേ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നതിന് പൈസ കൊടുക്കണം. തുണി കറണ്ട് ഗ്യാസ് ഇല്ലേ കുക്ക് ചെയ്യാൻ? ആർക്കറിയാം. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വരാൻ നേരത്ത് ഇത് കണ്ടോ, ഇവിടെ ഇരിക്കാനുള്ള സ്ഥലം. ഇതാണ് നമുക്കുള്ള ടോയ്ലറ്റ്, കോമൺ ടോയ്ലറ്റാണ്. 3 ഉണ്ട്, മതി. കുളിക്കാനും പറ്റും. പിന്നെ അതുപോലെ ബാത്റൂം. ഇത് സ്ത്രീകളുടെ, മറ്റേത് ജെൻസിൻ്റെ കേട്ടോ. ഇവിടെ ടിഷ്യൂ ഒക്കെ തന്നെ കേട്ടോ. അങ്ങനെയുള്ളത് വളരെ നല്ലതാണ്. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലെയുള്ളവർ 5, 6, 7, 8 ദിവസം കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ക്യാമറ എടുത്ത് കഴിഞ്ഞാൽ തുണി അലക്കാം, നമുക്ക് ഫ്രഷ് ആവാം. പിന്നെ അതുപോലെയുള്ള എല്ലാ സംഭവങ്ങളും നടക്കും. ഇതേ ഇതും അതേപോലെ തന്നെ കേട്ടോ. ഓരോ ടൈപ്പും കേട്ടോടാ, അല്ലേ? ഡബിൾ റൂമുകളുണ്ട്, സിംഗിൾ റൂമുകളുണ്ട്. ഇവിടെ ഒരു വലിയ ഗ്രൗണ്ട് പോലത്തെ സെറ്റപ്പാണ്. ഈ ഗ്രൗണ്ട് ഇത് ബൗണ്ടറി എന്തോന്നു. ഇതാ ഈ ബൗണ്ടറി ഇങ്ങനെ ഒരു ചെറിയ ഇതാടാ പിന്നെ സംഭവം. മറ്റേ നമ്മുടെ എന്താ പറയാ, അല്ല ഇതെന്താ പറയാ, ഇതിനെന്തോ പറയായിരുന്നല്ലോ, തീ ഇട്ടിട്ട് കത്തിക്കുന്നതിന്. തീ കായുന്നത്. ഇതിനെന്തോ ഇംഗ്ലീഷ് പറയാം, ക്യാമ്പ് ഫയർ. ഇതേപോലത്തെ ഹഡുകളാട്ടെ ഇങ്ങനെ മൊത്തം നിൽക്കുന്നത്. അപ്പൊ ഇതാണ് ഈ ക്യാമ്പ് ഫയർ എന്ന് പറയുന്ന സംഭവം. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ നേരെ ഇത് നോക്കിയേ, ഫുൾ ഇങ്ങോട്ടുള്ള ഒരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനെ പിടിക്കാൻ വേണ്ടി. അപ്പൊ നല്ല മീനുണ്ട്. ആളെന്ത് നല്ല കൊക്കുകൾ കണ്ടോ, കൊക്ക്. അങ്ങനെ കഴിച്ച് ഇതങ്ങ് മേളിൽ നിന്ന് ഒഴുകി വരുന്നതാണ്. ഈ സ്ഥലത്തോട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത്. കിഡലിനൊരു വില്ലേജിൽ നിന്ന് നമ്മൾ പോകുന്നുണ്ട്. ഇതുണ്ടോ, ഇതേപോലെ ഇങ്ങനെ തട്ടായിട്ട് ഇങ്ങനെ എന്താണ്, അതായത് വെള്ളം ഇങ്ങനെ ഒലിച്ച് ഇതിങ്ങനെ വരും കേട്ടോ. അതാണ് ഇങ്ങനെ പോകുന്നത്. ഇത് നേരെ ചെല്ലുന്ന കേട്ടോ കടലിലോട്ട്. ഇത് എവിടെ നിന്ന് വരുന്ന വെള്ളം അറിയോ? നമ്മൾ നേരത്തെ പോയ രാജ്യത്തിൽ നിന്ന് വരുന്ന വെള്ളം. ജോർജിയയിൽ നിന്ന് വരുന്ന വെള്ളം. ഇവന് ഞാൻ ഇട്ട് പേര് കേട്ടോ, ടോട്ടു. ഇവനിപ്പോൾ അടങ്ങിയിരിക്കണ്ടെന്ന് ഓർക്കും. ഇപ്പോൾ ചെറിയൊരു ഉറക്കത്തിൽ നിന്നെങ്ങാണ്ട് ഏറ്റവും ഉള്ളൂ ടോട്ടു.
ബീച്ച് കയറാൻ നേരത്ത് ഈ ടോട്ടുവിൻ്റെ കുസ്തികൾ കാണാൻ വേണ്ടി പോകും. ഈ ടോട്ടു പണിയൊപ്പിച്ച് ചെവിൻ കയറി ചവിട്ടി പിന്നെതാ കാലം നോക്കുന്നത് അവിടെ പോകാൻ നേരത്തെ. പിന്നെ എല്ലാ സാധനവും വലിയ കുഴപ്പമൊന്നുമില്ല. ഈ കിട്ടിയില്ല ഷൂ കേട്ടോ, ഇത് നല്ല കമ്പനി ഷൂ ആണ്. 2500 രൂപയ്ക്ക് കിട്ടി. എന്തോ ഓഫറിലെങ്ങാണ്ട് കിട്ടിയത്. എന്താ ഈ ബ്രാൻഡില്ലേ, ഈ ബ്രാൻഡ് കിട്ടുക്ക സാധനം കേട്ടോ, ഒറിജിനൽ സാധനം തന്നെയാണ്. 2500 രൂപയേ ഉള്ളൂ. ഇതേതാ കമ്പനി ഈ ഷൂവിൻ്റെ? ഈ കമ്പനിയുടെ ഷൂവിൻ്റെ പേര് ടോട്ടോ. അതിനെ ടോട്ടോ ഷൂ. കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ അങ്ങനെ നമ്മുടെ വെള്ളം നിറയ്ക്കാൻ പോകട്ടോ. ഞാൻ വണ്ടി എടുത്തോണ്ട് വരാം. ഇതിൻ്റെ കുറേ പൈപ്പുകൾ പൊട്ടിയിട്ടുണ്ട്. അതാണ് ഇനി രണ്ടാമത് നോക്കേണ്ട ഏറ്റവും നല്ല കാര്യം. പട്ടേ മുന്നോട്ട് എങ്ങോട്ട് അടുപ്പിച്ചോ. ഇവിടെ വെള്ള സൗകര്യം ഉണ്ട് കേട്ടോ. വെള്ളം നമുക്ക് ഒഴിച്ചു നോക്കാം. അതിനെ എൻ്റെ അഭിപ്രായത്തിൽ വന്നിട്ട് ഒഴിച്ചാൽ പോരെ, അല്ലെങ്കിൽ ഇത് മൊത്തം റോട്ടിൽ കൊടുക്കേണ്ടി വരും. റോട്ടില് നമുക്ക് നോക്കാടോ ലിവിനെ, കയറുമെന്ന് നോക്കാം. ഈ കാണുന്ന സാധനം എടുക്കുക, ഇവിടെ തന്നെ വെക്കുക, എത്തൂല. ഇവിടെ നിന്ന് എടുക്കുക, ഇവിടെ തന്നെ വെക്കുക. ഇതാണ് ഈ ക്യാമ്പിംഗ് സൈറ്റുകളുടെ പ്രത്യേകത. നീ ഇതിങ്ങനെ പിടിക്കണേ. അല്ല, നീ അവിടെ ഓണാക്കി തരണേ ലിബിനെ. അവിടെ ഓണാക്കിയത് ഞാൻ പറയുമ്പോൾ ഓണാക്കാവുള്ളേ. പറയണ്ടേ? ആയില്ല, നേരത്തെ ഓണാക്കി. ലിബിനെ, ഇനി നമുക്ക് പരമാവധി ഒരാഴ്ച കൂടുമ്പോൾ 2 ദിവസം ക്യാമ്പസ് സൈറ്റ് എടുക്കാം കേട്ടോ. ആഴ്ചയിൽ ഒന്ന് എടുത്താൽ മതി. ആഴ്ച ഒന്ന് എടുക്കാം അല്ലേ? എടുത്തോ, കിട്ടോ, ഓണാക്കിയോ. താഴെ കൂടെ പോകുന്നുണ്ടെന്ന് വല്ല നോക്കിയേ. ഇപ്പം അറിയാൻ പറ്റില്ല, മോട്ടർ ഇടുമ്പോഴാണ് പോവുക. ഇപ്പം പോകൂല. എന്നാലും നമുക്ക് ഒരു പ്രാവശ്യം ഫുഡ് വെക്കാനുള്ളത് കിട്ടൂലേ? അത് കിട്ടും. 1-2 കിട്ടും. വേസ്റ്റ് ടാങ്ക് ഒന്നും ലീക്കില്ല കേട്ടോ. ഈ വാട്ടറിൻ്റെ ആണ് ലീക്ക്. ഏതൊരു പൈപ്പിന് ചെറിയ പ്രശ്നമുണ്ട്, അതാ പ്രശ്നം. അല്ലെ ഒരു വിഷയമില്ല കേട്ടോ. ഇത് പേര് തള്ളുന്ന തോന്നുന്നു ഇതിൻ്റെ അകത്തുനിന്ന്. അത് കുറേ നാളായല്ലേ ഈ വെള്ളം കുടിക്കാനൊന്നും കൊള്ളൂല. അത് വേറെ പാത്രം കഴുകാൻ. വെള്ളം മേടിക്കാൻ ഓർക്കണേ. പാത്രം കഴുകാലോടാ, വേറെ ഒന്നും വേണ്ടല്ലോ. വെള്ളം നല്ലതാണ്, കുടിക്കാൻ നല്ല വെള്ളമാണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ നമ്മുടെ ടാങ്ക് കുറെ നാളെ അത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ അകത്ത് എന്താണ് തുരുമ്പ് കാണും. അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. ഇനി അങ്ങോട്ട് പോകുന്ന നേരത്ത് എല്ലാ വെള്ളം ഈ വെള്ളം തന്നെയാണ് എല്ലാവരും കുടിക്കുന്നത്. എന്താ വ്യൂ എന്ന് നോക്കിയാൽ നിങ്ങൾ, എന്താ രസം. ഇത് ഇവിടെ നിന്ന് നമുക്ക് വേണേൽ ഫുഡൊക്കെ മേടിക്കാം കേട്ടോ. ഞങ്ങൾ പിന്നെ ഇത്ര നാളായിട്ട് ഈ പുറത്തുനിന്നല്ലേ കഴിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ വെക്കാമെന്ന് തീരുമാനിച്ചത് അതുകൊണ്ടാണ്. ഇതുകൊണ്ടോ, ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളവർ ക്യാമ്പിനൊക്കെ ചോദിക്കുന്നത് ഈ ക്യാമ്പ് ഫയർ പിന്നെ അതുപോലെ സംഭവങ്ങൾക്കൊക്കെ വേണ്ടി ഇവർ കൊടുക്കുന്നതായിരിക്കാം. എന്താ ലുക്ക്. നമ്മളുണ്ടല്ലോ കുറേ നാൾ ഈ വണ്ടി യാത്ര ചെയ്ത് നമുക്ക് ഇതിൻ്റെ വലിപ്പം മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ സംഭവം ഭയങ്കര വലിപ്പമാണ്. ആരൊക്കെ എന്ന് വന്ന് പറഞ്ഞല്ലോ ഇത് ബെൻസാന്ന്. ബെൻസ് എന്ന് പറഞ്ഞാൽ വെരി ബ്യൂട്ടിഫുൾ കാർ എന്നൊക്കെ പറഞ്ഞു. കാരണം രാവിലെ ഈ സാധനം ഊരി കളഞ്ഞു കഴിഞ്ഞാൽ പാടാട്ടെ. ഈ തണുപ്പൊന്ന് പോട്ടെ, തണുപ്പ് പോയിട്ട് വേണം ഈ സംഭവം ഊരി കളയാൻ. അതുവരെ ഇതിവിടെ കിടക്കട്ടെ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മൾ ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ കുറേ പേര് ചോദിക്കുന്നു നിങ്ങൾ വലിപ്പി ഇത് രണ്ടും പിക്സലാണോ എന്ന്. ഇത് ഒരു സൈസ് ചൈനീസ് പിക്സലാണ്. അപ്പോൾ ആ സാധനം അപ്പുറം വെച്ചാൽ അത് ഫ്ലാഗ് വെക്കാൻ വേണ്ടിയും പിന്നെ വേറെ കാര്യമുണ്ട്. നാട്ടിൽ തപ്പണ്ടേ, നാട്ടിൽ കിട്ടൂല. അതെ, ഇറങ്ങിയിട്ടുണ്ടോ? ഇറങ്ങിയോ നാട്ടില്? നാട്ടിൽ കിട്ടൂല ഇത് സാധനം. ആണോ? കിട്ടും. മറ്റേ പിച്ചിലില്ലേ ഇവനെ സാധാ ഇത് ഉണ്ടാവാ കേട്ടോ. അറിഞ്ഞിട്ടില്ല. ഫുള്ള് ലിറ്റർ എനിക്ക്. അപ്പൊ നമുക്കത് ലാഭം കേട്ടോ. ആ 1800 നമ്മൾ കൊടുത്തുള്ളൂ. 300 ഇവിടെ 1 ലിറ്റർ വെള്ളത്തിന് 100 രൂപ. അപ്പൊ നാട്ടിലത്തെ ഏകദേശം 100 രൂപ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 220 രൂപ അടുത്ത്. ഇന്ത്യയുടെ ഒറ്റ കൊടി കാണുന്നില്ല കേട്ടോ. ഞാൻ കുറേ നോക്കി ഇന്ത്യയുടെ ഏതെങ്കിലും കൊടി ഉണ്ടോന്ന്. ഒരു കൊടിയും കാണുന്നില്ല. ബാക്കി ലോകരാജ്യങ്ങളെല്ലാം കൊടി ഞാൻ കണ്ടു. വേറൊരു കാര്യം ഞാൻ നിങ്ങൾ പറയാം, ഇന്ത്യയുടെ കൊടി ഞാൻ കണ്ടു. എന്തേ അതായിരിക്കുന്നു. ഏതാ? അത് ഗ്രാൻഡാ. ആര് പറഞ്ഞു? ഇവരുടെ കൊടിയുടെ കൂടി തന്നെ ഇന്ത്യയുടെ കൊടിയും വെച്ച്. ഇതേ നമ്മുടെ രാജ്യത്തിന്റെ കൊടി ഇതായിരിക്കുന്നു. കാണിച്ചു കൊടുക്കടാ ലിവിനെ. ഇതാ ഇതാട്ടോ നമ്മുടെ രാജ്യത്തിന്റെ കൊടി. അതാ അത് കലക്കി. നീ എങ്ങനെ കണ്ടു? ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി. ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു. നിങ്ങൾ തുർക്കിയിലേക്ക് ഇറങ്ങുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇതേപോലെ വണ്ടിയിൽ ബോർഡർ വഴിയാണ് വരുന്നതെങ്കിൽ അല്ല നിന്നെ നടന്ന് വരുന്നവർക്കൊന്നും പേടിക്കാനില്ല, അങ്ങ് ജസ്റ്റ് കയറിപ്പോയാൽ മതി. പിന്നെ നമ്മുടെ ഈ യാത്രയിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഈ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കസ്റ്റംസിൻ്റെ വലിയ, അതായത് എല്ലാം ഊരിക്കാണിച്ച് കയറ്റേണ്ട പ്രശ്നമില്ല. നമ്മുടെ വണ്ടിയുടെ ചെക്കിങ്ങിൻ്റെ ഒരു വലിയ പ്രൊസീജിയറേ ഉള്ളൂ, അല്ലാത്ത പ്രശ്നമില്ല. പക്ഷേ ഞങ്ങൾക്ക് കൂടുതൽ സമയമെടുക്കും. നിങ്ങൾ കയറി വരാൻ നേരത്ത് ബോർഡറിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കില്ല, ഗവൺമെൻറ് ഇരുന്ന് ഇൻഷുറൻസ് എടുക്കണം, എങ്കിലേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ കാര്യമില്ല. അല്ല, രണ്ടാമത് ഇൻഷുറൻസ് എടുക്കേണ്ടി വരും. നമ്മളൊന്ന് പറ്റിക്കാൻ വേണ്ടി നോക്കിയത്. എന്താ കാലാവസ്ഥ നല്ലതാണെങ്കിൽ ഇത് കണ്ടോ, ഈ ഒരു ലൈൻ പൊട്ടി, എന്തിനാണെന്നറിയില്ല, ഇതൊരു ലൈൻ വന്ന് കിടക്കുന്നു. പിന്നെ അതേപോലെ തന്നെ അങ്ങനെ 2-3 ലൈനുകൾ പ്രശ്നമായിട്ട് കിടപ്പുണ്ട്. ഇതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടി ചെയ്ത് തീർക്കാറുണ്ട്. പിന്നെ ഈ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ ലോക്ക് ചെയ്തായിരുന്നോ? ലോക്ക് ചെയ്തു ഉള്ളിൽ നിന്ന്. അതായത് ഈ ബേക്ക് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ അവർക്ക് പ്രശ്നമല്ലേ, നമ്മൾ ഇത് തുറക്കൂലെന്ന് പറയുമ്പോൾ ഇവർക്ക്. ഞങ്ങൾ നിക്കറിന്റെ പരിപാടി നിർത്തിയിട്ടു. ഇനി മുതൽ പാൻസ് ആണ്. പാൻറ് ഇടാൻ വേണ്ടി തീരുമാനിച്ചു. കാരണം ചില കട്ടുറുമ്പ് കയറുന്നു ഇതിൻ്റെ ഇടയിൽ കൂടെ. പിന്നെ ഇപ്പൊന്ന് വെച്ചാൽ സഹിക്കാൻ മേലെ. ഞാനൊരു കേസ് വെച്ചോട്ടെ, നീ ഒന്ന് ഉള്ളിൽ കയറിക്കേ. ഉള്ളിൽ കയറിയിട്ട് ഏതെങ്കിലും മറ്റേ വെള്ളം തുറന്നാണ് കിടക്കുന്നത്.
ഇനിയുള്ള എല്ലാ രാജ്യങ്ങളിലും നമ്മുടെ വാഹനത്തിന് ഫയർ എക്സ്റ്റിങ്ഷൻ മസ്റ്റാണ്. അതിൻ്റെ പേപ്പർ ഉണ്ടായിരിക്കണം. ഇതേ ഈ കാണുന്ന കുറ്റി ഇത് അടഞ്ഞു കിടക്കുമായിരുന്നോടാ? തുറന്നു കിടക്കുമായിരുന്നു. ഇത് ഒന്നൊന്നുമല്ല, നമ്മളിത് രണ്ടെണ്ണം. ഈ രണ്ടെണ്ണം കാണിച്ചു കൊടുക്കണ്ടല്ലോ, വലിയ വിഷയമാണ് അത്. ക്യാമറമാന് വേണം. ഇവിടെയൊക്കെ ക്യാമറമാൻ എന്ന് പറഞ്ഞാൽ അറിയാട്ടോ. ക്യാരവാൻ ഇത് നമ്മുടെ വണ്ടിക്ക് ഇൻഷുറൻസ് അടിച്ചു തന്നെ, ക്യാരവാൻ എന്നും പറഞ്ഞിട്ട് അടിച്ചു തന്നെ. അതെ, ഇത് ബജാജ് ടെമ്പർ ട്രാവൽ. ബജാജ് ടെമ്പർ ട്രാവൽ അല്ല. എന്നാ വെക്കുന്നത്? ഞങ്ങളൊരു മാർക്കറ്റിൽ പോയിട്ട് കേട്ടോ. മാർക്കറ്റിൽ ചെന്നിട്ട് എന്നാ നല്ല നല്ല സാധനങ്ങൾ കാണുന്നത്. ഇന്നലെ ഞങ്ങൾ മീൻ മേടിച്ച് വെച്ചു, പക്ഷേ അത്ര സുഖമില്ല. അപ്പോൾ ഞങ്ങൾ പോയിട്ട് എന്നാ കിട്ടുന്നതെന്നൊക്കെ നോക്കട്ടെ. ഇവിടെ ഒറിജിനൽ കുറേ സാധനങ്ങൾ കിട്ടും. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പോയി നോക്കിയിട്ട് നമുക്ക് സാധനം മേടിച്ച്. പക്ഷേ എന്ത് പറഞ്ഞാലും നമ്മുടെ നാട്ടിലത്തെ അത്ര ഇറച്ചിയുടെ ടേസ്റ്റ് ഇവിടെ കിട്ടൂല. ഇനി അങ്ങനെ നമ്മൾ ഇച്ചിരി വെജിറ്റബിളും കുറച്ച് സാധനം കുറേ നാളായില്ല നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ വണ്ടിയെ വെച്ചിട്ട്. നേരത്തെ നമ്മൾ കഴിച്ചായിരുന്നു, പക്ഷേ അത് വീഡിയോയിലും കാര്യമൊന്നും കാണിച്ചില്ലായിരുന്നു. പക്ഷേ എന്നാന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ തുർക്കിയിൽ നല്ല അടിപൊളി മീനും ഇറച്ചിയും എല്ലാ സാധനം നല്ല ഫ്രഷ് മതി ഫ്രഷ് സാധനം കിട്ടും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നേരെ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം. ഫൈനലി ഞങ്ങളുടെ അണ്ടാവ് നിറഞ്ഞു. വെയിറ്റ് കൂടിയിട്ടോ വണ്ടിക്ക്. ഇതും ഡീസൽ ടാങ്കും ഏകദേശം ഒരേപോലെ തന്നെ കേട്ടോ. ഓ, ഇന്നലെ രാത്രി ഇത്രയും വണ്ടി ഇല്ലായിരുന്നു. ലിബി ഞായറാഴ്ച അങ്ങോട്ട് കയറ്റി വെക്കാം. നീ മാറിക്ക ലിബി, ഇങ്ങോട്ടേ മാറ്റി വെക്കാം. അടി ഇവിടെ വണ്ടി പണിയുന്ന സ്ഥലമുണ്ട് കേട്ടോ. അവിടുന്ന് പണിതിട്ട് അത് ക്യാരവാനൊക്കെ പണിയുന്ന സ്ഥലമുണ്ട്. എ സിയുടെ പണിയല്ലേ? എ സിയുടെ പരിപാടി. നമുക്ക് നേരെ അവിടെ പണിതിട്ട് പോകുന്നതായിരിക്കും ഇച്ചിരി കൂടെ ബുദ്ധി നല്ലതും. ഓ ഗൈസ്, ഫൈനലി അങ്ങനെ വണ്ടിയെ കയറാം. പുറത്ത് തണുപ്പെന്ന് വെച്ചാൽ ഓക്കെ ഗൈസ്. അതായത് ഇവിടെ ഉണ്ടല്ലോ, തുർക്കിയിൽ എക്സ്പെൻസീവ് കുറവാണ് ഈ സ്ഥലം. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പണിതിട്ട് പോകുന്നതായിരിക്കും ബുദ്ധിപരമായ നീക്കം. നമുക്ക് വണ്ടിപ്പണിയൊന്നുമില്ല, ജസ്റ്റ് എ സിയുടെ ഇത് വെൽഡ് ചെയ്ത് ഗ്യാസ് അടിക്കണം. പിന്നെ ഇത് നമ്മുടെ നാട്ടിലെ മൂന്നാർ പോലത്തെ ഒരു സ്ഥലമാണെന്നുള്ളത് മനസ്സിലായി. ഈ സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഇതുണ്ടോ, ഈ കാണുന്ന സ്ഥലത്തൂടെയാണ് ഞങ്ങൾ നേരെ പോകുന്നത്. ഈ ഇങ്ങോട്ട് തന്നെയാണ് നമുക്ക് തിരിച്ചു വരണം. കാരണം നമ്മൾ ഇന്നും കൂടെ ക്യാമ്പർ സൈറ്റ് എടുത്തുകൊണ്ട് എന്താണ്, അതായത് ഇന്നും കൂടെ നമുക്ക് അവിടെ ഇടാം. അല്ലെങ്കിൽ എന്താണ് ഇതിനെ, അല്ലെങ്കിൽ എന്നാ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും നമ്മൾ യൂറോപ്പിലോട്ട് പോകുമ്പോൾ ലേറ്റ് ആവും. നമുക്ക് പരമാവധി സ്പീഡ് ആക്കണം. അഡ്യൂറൻസോ അങ്ങനെ ബോർഡ് കാണുന്നുണ്ട്. ആൾക്കാർക്ക് വായിക്കാൻ, ഇവിടുത്തെ ഭാഷ വായിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ആൾക്കാർക്ക് വായിക്കാൻ അറിയാം, അവർ വായിച്ചെടുക്കും. അതെ അല്ലേ ഗൈസ്? ഈ കാണുന്ന ഒരു പള്ളി ഉണ്ടോ, നമ്മൾ നേരത്തെ വീഡിയോ കാണിച്ചതുണ്ടോ, ഈ സൈഡിൽ കാണാം. ആ പള്ളിയുടെ അങ്ങോട്ടാണ് മാർക്കറ്റ് ഉള്ളതെന്നാണ് അറിയാൻ പറ്റിയത്. വാഹനങ്ങൾ റിപ്പയർ ചെയ്യുന്ന സ്ഥലമാണ്. പഴയ വണ്ടിയാണ്. ഞങ്ങൾ ടാറ്റയൊക്കെ കണ്ടു കേട്ടോ. ടാറ്റയുടെ സെനോൺ, മറ്റേ നമ്മുടെ പിക്കപ്പ് ട്രക്ക് ഇല്ല, അതൊക്കെ ഇവിടെ കണ്ടു. ഇഷ്ടം പോലെ പിക്കപ്പ് ട്രക്ക് ഉള്ള സ്ഥലം ഇവിടെ. പഴയ വണ്ടികൾ കണ്ടമാനം ഉപയോഗിക്കുന്നത്. പറഞ്ഞില്ല അത് സെനോണല്ല, അത് മിസ്തികുഷ്യ. സെനോൺ ഒരെണ്ണം കണ്ടു കേട്ടോ, ഒരെണ്ണം ഞാൻ കണ്ടു. അപ്പൊ ഞാൻ അങ്ങോട്ട് കാണുമായിരിക്കും. ഇതന്നെ കറുത്ത നമ്പർ പ്ലേറ്റ് ഒക്കെ. അടി ഇതാണടാ, ഇതിലേതാടാ? അങ്ങോട്ട് നോക്കിയേ. ബാറ്ററി, ലൈറ്റ്, മാങ്ങ, തേങ്ങ എല്ലാം കിട്ടുന്ന സ്പ്ലെൻഡർ മാത്രം പണിയുന്ന സ്ഥലം നോക്കിയേ. കണ്ടമാനം ഡോഡ്ജിൻ്റെ ഈ സാധനം ഉണ്ട് കേട്ടോ. എന്തൂരെയാന്ന് നോക്കിയേ. ഞാൻ ഈ ഒരു ഭാഗത്ത് വണ്ടി കൊണ്ടുവന്നു. ലിബി അവിടെ ചോദിക്കാൻ വേണ്ടി പോയേക്കാണ് കടയിൽ വണ്ടിയുടെ കേസ്. അങ്ങനെയെങ്കിൽ ഇവിടുന്ന് പണിതിട്ട് പോകണം. പിന്നെ വലിയ തലവേന ഉണ്ടാവുമല്ലോ, അല്ല പിന്നെ അതും പേറിക്കൊണ്ട് നടക്കേണ്ടി വരും കേട്ടോ. ഇതുകൊണ്ട് ഫുള്ള് ഞാൻ ഇവിടെ ഒരു അത്ഭുതപ്പെടുന്ന സാധനം ഒരു ഇത് കണ്ടു. മാരുതി 800 സാധനം പറഞ്ഞ് സെറ്റ് ചെയ്ത്. എന്നാടാ പറഞ്ഞേ? ഇച്ചിരി ഷർഗട്ടക്കാരാ. ഷർഗട്ടക്കാരാ? കൽക്കട്ടക്കാരോ? ഇച്ചിരി ഇതുള്ള ആൾക്കാരാ. അതിനാ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനാ കയറ്റിയോ പെട്ടെന്ന് പോവുക. ആണോ? ഇവിടെ മാരുതി 800 ഉണ്ട് കേട്ടോ. അവിടെ കിടപ്പുണ്ട്. വണ്ടിയില്ല. മിനി പോകുന്ന ജിമിനി അല്ലേ, ജിപ്സി. ജിപ്സി അത് ഏതോ ഒന്നാ ഞാൻ കറക്കിയോണ്ട്. മാരുതി സുസുക്കിയുടെ വണ്ടിയാ. അവനിവിടെ എ സി കട കുറെ ഉണ്ട് കേട്ടോ. ടോട്ടോ അത് തന്നെയല്ലേ? കുറെ കട ടോട്ടോ എന്ന് എഴുതുന്നുണ്ടല്ലോ. മറ്റേ ടോട്ടോയിലെ അങ്ങോട്ട് കാണിച്ച അപ്പുറത്തൂടെ വന്നേക്കുവാ. ഈ കാണുന്ന ഇവിടെയാണ് വണ്ടി ശരിയാക്കാൻ വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതൊരു വലിയ ഏരിയ ഉണ്ട്. ഇതിങ്ങനെ 2-3 കളമുണ്ട്. നേരത്തെ വേറൊരു കളത്തിലായിരുന്നു, ഇപ്പം വേറൊരു കളത്തിൽ കയറ്റി. സ്ഥലത്തോട്ട് പോടാ. ആദ്യം കണ്ടേ അങ്ങോട്ട് പോവാ. വെറുതെ അവിടെ ഇങ്ങോട്ട് വന്നു. അവന്മാർ കണ്ടു കാണുവാടാ. ഒന്നും അറിയത്തില്ല. അങ്ങോട്ട് ഇത് കണ്ടോ, ഈ കാണുന്ന ഇതിലെ കേട്ടോ. ആദ്യം ചോദിച്ചാലും ഭാഷ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ മതി. ഭാഷ അറിയത്തില്ലെന്ന് നോക്കണേ. പക്ഷെ ഇവര് നോക്കാനൊക്കെ തയ്യാറാന്നുണ്ട് കേട്ടോ. കാര്യം നോക്കാനൊക്കെ തയ്യാറാട്ടോ. ഫുള്ള് പഴയ വണ്ടികളാണല്ലോ ലിബിയെ. ഇത് മെക്കാനിക് ചെയ്യുന്ന സ്ഥലമല്ലേ ഇവനെ, അപ്പൊ എല്ലാം കാണും. നേരെ തിരിച്ചോ കട മനസ്സിലായില്ലേ? അപ്പുറത്തൂടെ കയറണം. ഒരു കടയിൽ പണി നടന്നില്ല. അപ്പം ഞങ്ങൾ അടുത്ത കടയിൽ സംഭവം കൊണ്ടുവന്നു. അവിടെ നോക്കിത്തരാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ. ഇത് തുർക്കിയുടെ തുടക്കഭാവം കേട്ടോ. അതായത് നമ്മളങ്ങ് നടുക്കോട്ടൊന്നും എത്തിയിട്ടില്ല. ഇവിടെ നമ്മൾ റഷ്യ പോലൊന്നും അല്ല. ഇവിടെ സ്വന്തമായിട്ട് ഇവർ ചൂടിന് വൈപ്പിടുവാന്നാണ് തോന്നുന്നത്. കണ്ടോ, പുള്ളിക്കാരന് സ്വന്തമായിട്ട് ക്യാരവാനൊക്കെ ഉള്ള എന്നെ കാണിച്ചു തന്നു. ആർക്ക്? പുള്ളിക്കാരന്. ഇതുപോലെ അതൊക്കെ പറഞ്ഞു. നീ കീച്ചി കൊടുക്കത്തില്ലായിരുന്നോ? കീച്ചി കൊടുത്തു. ഇൻസ്റ്റാഗ്രാം കണ്ടപ്പോൾ പുള്ളിക്കാരൻ ഇതുപോലെ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. ആണോ? എല്ലാം ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ കയറ്റിക്കോളാൻ പറഞ്ഞു. ഗൈസ്, ഇതെന്താ ചൂട് വരുന്ന സംവിധാനം കാര്യങ്ങളൊക്കെയാണ്. ഇവിടുത്തെ വർക്ക്ഷോപ്പിലെ സെറ്റപ്പാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കാണുന്നത്. നമ്മൾ പറഞ്ഞ കാര്യം പുള്ളിക്ക് മനസ്സിലായി കേട്ടോ.
ഇത് സാധനം അടിച്ച് കയറ്റി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ഇതാണ് സാധനം. ഇതിനിപ്പോൾ അതിൽ നടക്കാൻ നേരത്ത് സൗണ്ട് താഴെ നിന്ന് എന്തായാലും സൗണ്ട്. കിലോഗ്രാമിനൊക്കെ എത്രയാണ് ഇവിടെ? ഇവിടെ അവിടുത്തെ പൈസ തന്നെ ആയിരിക്കും ഇവിടെ. ദൈവത്തിന് അറിയാം കേട്ടോ. ഇതാണ് മിഷ്യൻ. ഇതെന്തോ ഗ്യാസ് അടിക്കുന്ന സാധനം കേട്ടോ. ഇതിൽ ഏതാണ് നമ്മുടെ വണ്ടിക്ക് അടിക്കണമെന്നൊക്കെ പുള്ളിക്ക് അറിയാമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇവിടെയുള്ള ആൾക്കാരൊക്കെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഈ വണ്ടി ഇന്ത്യയിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണോ വിഷയമെന്ന്. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായി ഇവരെ കിളിവാറ് നിൽക്കുക എന്നുള്ളത്. എല്ലാവർക്കും കിളിവാറ് നിൽക്കുകയാണ്. പുള്ളിയൊക്കെ യൂട്യൂബ് ചാനൽ അടിച്ചു നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കണ്ടോ പുള്ളിക്കാരനെ അടിച്ചു നോക്കാൻ. ഇത് കറക്റ്റ് ആട്ടോ പുള്ളി കൊടുക്കുന്നത്. അപ്പം അറിയാം ഇപ്പം ഒച്ചപ്പാട് കേട്ടോ തെറിക്കുന്നത്. സംഭവം കിട്ടി. ഗ്യാസ് ലീക്കാവുന്ന സ്ഥലം കിട്ടി കേട്ടോ. ഒരു ചെറിയ പൈപ്പാണ്. ഇതാ കൺട്രോൾ കൊണ്ട് മൊത്തം അടിക്കേണ്ടി വരും. ഇതാ ഗൈസ് നമ്മുടെ വണ്ടിയുടെ പൈപ്പ് ഊരി കേട്ടോ. ഇതിലേതൊരു സാധനമാണ് വിഷയം. ഒരു പ്രേത് കിട്ടുമായിരിക്കും. നോക്കണേ താഴെ മെഷീൻ വെച്ചിട്ടുണ്ട്. കട്ടർ കാലട്ടല്. ഓ ഇതാ ഏറ്റവും കൂടുതൽ പണി കിട്ടുന്ന ഒരു സാധനമാണ്. ഈ ചൂടിനോട് ചേർന്ന് നിൽക്കാല്ലേ. ഭക്ഷണം വെക്കാൻ വേണ്ടി വന്ന് ഞങ്ങളാട്ടോ. ഭക്ഷണം വെക്കാൻ വേണ്ടി സാധനം മേടിക്കാൻ വേണ്ടി വന്നാണ് ഞങ്ങൾ. സാധനം കിട്ടി കേട്ടോ. ഇതേ ഈ ഒരു സാധനം ലീക്കായതാണ് ഈ വണ്ടിയുടെ മൊത്തം പ്രശ്നം ഉണ്ടായത് കേട്ടോ. അടുത്തൊരു സ്ഥലം കൂടി ഉണ്ട്. ഇവിടെ എല്ലാം പ്രശ്നം തന്നെ. എന്താ കട്ടിയിട്ട് എന്താ ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ താങ്ക് യു. കട്ടിയിട്ട് എന്താ ചെയ്യാന്നാട്ടോ. ഇവിടെ വന്നത് നന്നായിട്ടോ. ഇത് അതിൻ്റെ അകത്ത് എന്തോ വേറെ സാധനമൊക്കെ ഇട്ടിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കണക്ടർ ഇട്ടിട്ട് വേറെ പൈപ്പായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. ഓ ഭാഗ്യം, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോയനാട്ടോ. അവിടെ വണ്ടി ശരിയാക്കുമായിരുന്നു. അപ്പം ഇദ്ദേഹം വന്നിട്ട് ഇയാളുടെ ഒരു കിടിലം വണ്ടി ഉണ്ട്. പുള്ളിക്കാരൻ ഇതിൻ്റെ അകത്തൂടെ കുറെ ഓഫ് റോഡ് പോയതിന്റെ വീഡിയോ കാണിച്ചു. ഞാൻ ബസ്സിൽ കൂടെ പോയെന്ന് കാണിച്ചു. ഡിഫൻഡർ കേട്ടോ. നെയിം യുവർ നെയിം മുഹമ്മദ്. മുഹമ്മദ് എന്ന് പറഞ്ഞ ആളാണ്. മഴ കേട്ടോ, നല്ല മഴയാണ്. ഓ ഇത് പിക്കപ്പ് ട്രക്കായിട്ടാട്ടോ ഉപയോഗിക്കുന്നത്. നോക്കിയാൽ അതിന്റെ ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ പഴയ ഡിഫൻഡർ ആട്ടോ. 4x4 ഇത് ഡിസ്പ്ലേ സംവിധാനം എല്ലാം ഉണ്ട്. മോട്ടോർ ഗൂട്ട് ഡിഫൻഡർ മോഡിഫൈ ചെയ്തെടുത്തേക്കോ കേട്ടോ. കിടിലം സാധനം. നമ്പർ പ്ലേറ്റ്. ഓഹോ മഴ അവനിപ്പോ സ്റ്റാർട്ട് ചെയ്യും കണ്ടോ. ആക്സെപ്റ്റ് എടുക്ക. ഫൈനലി നമ്മള് ഗ്യാസ് നിറയ്ക്കാനുള്ള എല്ലാ പരിപാടി ചെയ്ത് വീണ്ടും ലീക്കോ ലീക്ക്. അപ്പൊ അവരെ ആരെ വിളിച്ചവനെ ലീക്കുന്ന ഒരാളുടെ പേരാണ്. എന്തോ ഇൻസ്റ്റലേഷൻ ചെയ്യാണ്ടെന്ന് നമ്മൾ വിചാരിച്ച നമ്മുടെ കംപ്രസർ അടിച്ചു പോയെന്നാണ്. കംപ്രസർ എടുത്തു കേട്ടോ. ലൈൻ വ്യത്യാസമായിരുന്നു തന്നെ. ലൈൻ എന്തോ ഇതായി പോയത്. അതിന്റെ ട്യൂബിന് എന്തോ പറ്റിയതാ. അതാണ് സംഭവം. ദൈവാനീയത്ത് അത് ശരിയായി. ഞങ്ങൾ പച്ചക്കറി മേടിച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ പോയ ഞങ്ങൾ കേട്ടോ. ഇത് ശരിയായി കിട്ടും. ഭയങ്കര ഭാഗ്യം. ഇവിടെ വേറെ സംഭവം ഉണ്ട്. നമ്മുടെ വണ്ടി നമ്പറിൽ അവിടെ പെട്രോൾ പമ്പ് പെട്രോൾ ഡീസൽ കിട്ടും. നമുക്ക് ഡീസൽ കിട്ടൂല. കഴിഞ്ഞ ദിവസം ഞാൻ ക്യാനിലടിച്ച് വേറെ പുറകെ വന്ന വണ്ടിയുടെ അടിച്ചിട്ടാണ് കിട്ടിയത് അല്ലേ. പക്ഷെ പറയുന്നല്ല മനസ്സിലാവുന്നുണ്ടല്ലേ. പണി അറിയാവുന്ന ആളാ. ഞങ്ങളെ ഫുള്ള് കളിയാക്കല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയാൽ എങ്ങനെയാണെന്നറിയാവോ, അവിടെ അവർക്ക് ഒന്നിനും താല്പര്യമില്ല. അവർ ഒഴിവാക്കി വിടും. ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ പണിയാൻ ഓക്കെയാണ്. അല്ല പൈസ മേടിക്കാൻ അവർക്ക് ഭയങ്കര ഇതാണ്. പണിയാൻ പറ്റൂല അവർക്ക്. ഇവിടെ ടാറ്റ അല്ല മഹീന്ദ്രയുടെ മറ്റേ ഗെറ്റവേ ഒക്കെ ഉണ്ട് കേട്ടോ. ഇന്ത്യൻ കാർ മാരുതിയുടെ 800 ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മളിവിടെ കണ്ടു. നമുക്കിനി സാധനം മേടിക്കട്ടെ. പച്ചക്കറി ഭക്ഷണം വെക്കാനുള്ള കൈസ്. നാട്ടിലെ ഏതാണ്ട് 6500 രൂപയ്ക്ക് പരിപാടി കഴിഞ്ഞു കേട്ടോ. വലിയതായിട്ട് അർത്ഥില്ല കേട്ടോ. നല്ല മനുഷ്യനായിരുന്നു കേട്ടോ. പൈസ റെഡി പക്ഷേ ഇടാൻ പറ്റില്ല. ഒടുക്കത്തെ തണുപ്പട്ടെ വിറയ്ക്കും. ആണോ? അങ്ങോട്ടാ പോവുക. ഇനി അങ്ങോട്ടെങ്കിലും നമുക്ക് മാർക്കറ്റ് കണ്ടുപിടിക്കണം. ദേ അങ്ങോട്ട് നോക്കൂ. മാർക്കറ്റ് ഇങ്ങോട്ട് നോക്കൂ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറ്റാത്തവർ ഇത് ഫോണിലേക്ക് നോക്കൂ. പിന്നെ കാര്യം ചോദിക്കട്ടെ, എങ്ങോട്ടാണ് നമുക്ക് ഇടണ്ടേ? അതാദ്യം പറ. ഇടേണ്ട സ്ഥലം എവിടെയാന്നുള്ളത് നോക്കട്ടെ. നമ്മളങ്ങനെ എല്ലാ പരിപാടി സംഭവങ്ങളും കഴിഞ്ഞ് വണ്ടി ചെയ്തോണ്ട് ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തു. നേരെ ഈ ഒരു സൂപ്പർ മാർക്കറ്റ് പോയി സാധനം മേടിക്കാൻ വേണ്ടി പോവാണ്. എല്ലാവരും ഓഫറാണ് കേട്ടോ. ഭക്ഷണം വെക്കാനുള്ള കാർഡ് സംഭവമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഞങ്ങൾ തൊട്ടടുത്തോട്ടെ. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ കാരവാൻ പാർക്കിലേക്ക് പോകും. ഉരുളക്കിഴങ്ങ് നമ്മുടെ അടുത്തുണ്ട്. 21 ടെട്ര. ഒരു സാധനമില്ല കേട്ടോ. വളരെ കുറച്ച് സാധനങ്ങളുള്ളൂ. സാധനങ്ങൾ കണ്ടിട്ടൊരു മനസ്സിനൊരു തൃപ്തിയും പോരാ. നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം കേട്ടോ. എവിടെയാണ് മാർക്കറ്റ് ഉള്ളത്? അത് നോക്കാം. ബാ എങ്ങോട്ട് എന്നതാ ഇത്? നമുക്കൊന്ന് കറങ്ങാം. ബാ എന്നിട്ട് മേടിക്കുന്നല്ലേ നല്ല. ഇത് ചെറിയൊരു സൂപ്പർ മാർക്കറ്റാണ് എനിക്ക് തോന്നുന്നു. ഓക്കെ സൂപ്പർ മാർക്കറ്റാ. വാഹനം ഞങ്ങൾ ഇവിടെ നിർത്തി. ഇവിടെ ഞങ്ങൾ കുറേ പച്ചക്കറി ഇങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് മേടിക്കാൻ തീരുമാനിച്ചു. അതിന് വേണ്ടി ഉള്ളിൽ പോയിട്ട് വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. ഉള്ളിൽ പോയിട്ട് അത് വന്നിട്ട് 7-Eleven മറ്റേത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിന് വേറെ ഏതുള്ള തിരക്ക് കാണുന്നൊന്നുമില്ല കേട്ടോ. ഇവിടെ തിരക്ക് എവിടെ കാണുന്നത്? അതൊക്കെ വേറെന്തോ ഷോപ്പുകളാണ്.
ഇവനെ ഇത് കിട്ടുന്നിടത്ത് മേടിച്ചോണ്ട് പോകുന്ന ബുദ്ധി. വെറുതെ മഴ നനഞ്ഞ് തണുപ്പുള്ളതാണ്. ആ പച്ചപ്പഴത്തെ ഒന്ന് ഞെക്കി നോക്കി. 1 കിലോ ബീഫ്, 2 തക്കാളി, തക്കാളി ഇല്ല, 2 ഉരുളക്കിഴങ്ങ്, 2 പിന്നെ പച്ചമുളക് 1600 സംതിങ് രൂപ. 1600 സംതിങ് രൂപ. എങ്ങനെ ഇവിടെ ജീവിക്കും? ഫോട്ടോ ഓക്കെ അപ്പോൾ ഫോട്ടോ എടുത്തിട്ട് ഗൈസ് നോക്കൂ. ഫൈനലി നമ്മൾ വണ്ടിയിലെത്തി. നമ്മളങ്ങനെ കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. കുക്ക് ചെയ്യുന്നതിന് ഭാഗമായിട്ട് കുറേ സാധനം അവിടെ ഇവിടെയൊക്കെ ഘടിപ്പിക്കണ്ട. അന്ന് പോയതിന് തീരുമാനം ആയതുള്ളൂ. ഇത് ഈ ഒരു ഫാൻറ്റ, ഈ ഒരു 1 കിലോ പോത്തിറച്ചി, ഏറ്റവും കൂടുതൽ പൈസ. ഇതേ ഈ കേട്, പിന്നെ ഈ പച്ചമുളക്, ഈ ഒരു ഓറിയോ. ഓറിയോ സ്വർണ്ണം കേട്ടോ, 240 രൂപയുടെ ഓറിയോ. അത് വിലയുണ്ടോടാ? ഓറിയോ. പിന്നെ ഇത് ഞാൻ മേടിച്ചല്ലേ, നമ്മൾ പ്ലേറ്റ് എടുക്കാൻ നമുക്ക് ഭക്ഷണം കഴിക്കാം ഇതിൻ്റെ അകത്ത്. അപ്പം ഡിസ്പോസിബിൾ. ഇത് ഉള്ളി, ഉരുളക്കിഴങ്ങ്, ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചത്. ഇതിനാണ് ഇതുണ്ടോ ഈ കാണുന്ന എത്രയാടാ 700 ഇതുണ്ട് 700 സംതിങ് തെറി അങ്ങനെ പറയുന്നത് ഇവിടുത്തെ നോട്ടിനാട്ടോ പറയുന്നത്. ഇനി അതിലല്ല ക്രൂശിക്കരുത്. ക്രൂശിച്ചാലും കുഴപ്പമൊന്നുമില്ല, കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങാൻ ബാക്കി സാധനങ്ങൾ ഓരോന്നായിട്ട്. ഇത് കണ്ടോ, ഈ സാധനം മേടിച്ച് വെച്ചാൽ എത്രയോ നല്ലതെന്നറിയോ. ഇതെല്ലാം നമുക്ക് ഇവിടെ ഇങ്ങനെ ഓരോന്നായിട്ട് വെക്കാം. ഇത് ഞങ്ങളുടെ കിച്ചൺ ടിഷ്യൂ, ഇതിവിടെ വെക്കാം. ടോയ് ഇത് കണ്ടോ, ഇന്നലെ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയ ഇത് കണ്ടോ, ഇതേ തുള്ളി, പച്ചമുളക്, ഇതേ സവോള. ഈ സാധനം അടിച്ച് എന്ത് പോരായെന്നറിയാം. നമുക്ക് ഒരു കേസുണ്ട്. എന്നാ കേസ് പറഞ്ഞു? ഞാൻ വിചാരിച്ചു എടാ നമ്മുടെ തക്കാളി എന്താണ് ഇന്നലെ മേടിച്ചോണ്ട് വന്ന്? തക്കാളി കഴിഞ്ഞു. ഒരു തക്കാളിയാണ് ഇന്നലെ മേടിച്ചേ. ഇതേ ഉള്ളിയൊന്നും മേടിക്കണ്ടായിരുന്നു കേട്ടോ. ഇതേ നിറച്ച് സാധനം. ഇതേ ഷേടാ തക്കാളി വേണ്ട പോട്ടെ. ഇന്നലെ മേടിച്ച കൂടെ എന്ത് നീ കളഞ്ഞോ? എടുത്ത് എല്ലാം കളഞ്ഞു. ഇന്നലെ എടുത്ത് പറഞ്ഞ കാര്യമില്ല കേട്ടോ, എല്ലാം കളഞ്ഞു. നമുക്ക് പണി തുടങ്ങാം. ആദ്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് പാത്രങ്ങളെല്ലാം കഴുകണം. ഇതെല്ലാം ഇതങ്ങ് എടുത്തു. ഇത് മാത്രം അങ്ങോട്ട് ഒതുക്കി വെച്ചോട്ടാ. ഒന്ന് തന്നേരെ. ഫാൻ്റെ അവിടെ എവിടെയും വെക്കാം. അവിടെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ടേ. ഇതെല്ലാം ഞാൻ കൊണ്ട് ഫ്രണ്ടിലേക്ക് വെക്കട്ടെ. കച്ചമ്പറും, അതായത് നമ്മൾ ഈ കേടിൻ്റെ അകത്ത് ഉള്ളിയും സാധനവും തക്കാളി ഇടാൻ അതില്ല. തക്കാളി ഇത് ഇട്ടിട്ട് ഒരു ചെറിയ സലാഡ് പോലെ ഒരു സാധനം. പിന്നെ ഈ ബീഫ് കറിയാണ് നമ്മൾ വെക്കാൻ വേണ്ടി പോകുന്നത്. ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയും കൂടെ വെക്കണമെന്നുണ്ടായിരുന്നു, അത് വെക്കണ്ടാന്ന് തീരുമാനിച്ചിട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം വെക്കാമല്ലോ. ഇതാണ് നമ്മൾ മേടിച്ചുകൊണ്ട് വന്നത് നമ്മുടെ ബസുമതി അരികൾ. ഇത് ഫുൾ അരി ഗിരി അതുപോലത്തെ സാധനങ്ങളാണ്. പിന്നെ ഇത് അതിന് ചെറിയ പ്രശ്നമുണ്ട്. ഇതെങ്ങോട്ട് തിരിക്കേണ്ടത് ഓണാക്കണ്ട. അല്ല ഇതെങ്ങനെയായിരുന്നു? വേണ്ടെന്ന് അല്ല, ഇതിങ്ങനെ തിരിച്ചല്ലേ വെള്ളം വരിക? അതെ ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. കംപ്ലൈൻറ്റ് അതൊക്കെ. ഒരു മോട്ടർ ഓണായി. തിരിച്ചേ ഇല്ല, മുമ്പി പിടിച്ചോണേ. അത് പിടിച്ചേ. പോയി. ഇതാണ് നമ്മൾ മോട്ടർ ഓണാക്കുന്ന നമ്മുടെ സ്വിച്ച്. ഇതില്ല, അകത്ത് വെള്ളം വീഴുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇതല്ലേ ഇതാ വെള്ളം വീണു പോയി. കംപ്ലൈന്റ്. അപ്പൊ നമ്മുടെ തുണിയെല്ലാം പോയി. ബാഗിലൊക്കെ എന്നാ ഉള്ളത്? അവിടെ നിർത്തൂല. ഒരു ലാപ്ടോപ്പ് ഇല്ലേ? ഇല്ല, അവിടെ നിർത്തൂല. എത്തൂല. ഇതിന്റെ അടി കൂടെ വേറൊരു സിസ്റ്റമാണ്. തുറന്നു കഴിഞ്ഞാൽ കാണാം. കട്ട ഗൈസ്, ഇതേ 1 വർഷം ഉപയോഗിക്കാതിരുന്ന. എങ്ങനെയുണ്ട്? അപ്പൊ പരിപാടി പാളില്ല. പിന്നെ പുറത്ത് വെള്ളം എടുത്തു കേട്ടോ. പുറത്ത് വെള്ളം എടുക്കുന്നതിനല്ല ഇവനെ. കയറ്റി വിടാതെ. ഒരു ലാപ്ടോപ്പ് ഉണ്ട് എന്റെ അടിയില്. അവിടെ എത്തൂല. എത്തും. എന്നാ നീ തുറന്നു നോക്കൂ. 100% ഞാൻ പറയുന്നു അവിടെ എത്തൂല. ഗൈസ്, നമ്മുടെ വെള്ളം തീർന്നു പോയായിരുന്നു. ഞാൻ പുറത്ത് പോയി വെള്ളം എടുത്തോണ്ട് വന്നു കേട്ടോ. കാരണം ഇവിടെ വെള്ളം കിട്ടുമല്ലോ. അതെന്തായാലും അനുഗ്രഹം. എടാ ലിബിനെ, നമ്മൾ ഇന്നലെ ഇട്ട വേസ്റ്റ് മൊത്തം പട്ടി മൊത്തം ചെതറിച്ചു കേട്ടോ. നമുക്കറിയാം, നമ്മൾ കറക്റ്റ് ഇവിടെ ക്യാമറ ഉണ്ടല്ലോ. കറക്റ്റ് അല്ല അവിടെ ഇട്ടേ. പട്ടി മൊത്തം നശിപ്പിച്ചു അവിടെ. ആദ്യത്തെ പരിപാടി ഈ സാധനം എടുക്കണം. പിന്നെ എന്നിട്ട് ഇതിങ്ങനെ ആക്കണം. എന്നിട്ട് നേരെ ഈ വേസ്റ്റ് ഡസ്റ്റ്ബിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഇടണം. ഇനി വേസ്റ്റുകളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്താണ് ഇടണ്ടേ. ഇങ്ങനെയാണ് പരിപാടി. നേരെ ഇങ്ങോട്ട് ഇറക്കി വെക്കുക. തണുപ്പ് കൊള്ളുണ്ടെങ്കിൽ അടച്ചു വെക്കുക. പിന്നെ വേറെ നമുക്ക് ഈ പൈപ്പ് കുത്താൻ പറ്റുമോ? എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? എങ്ങനെ ഈ പൈപ്പ് കുത്താനില്ല? കണക്ഷനൊക്കെ ഭയങ്കര പാടായില്ലേ. അത് അടച്ചു വെക്കുക. കഴിഞ്ഞ പ്രാവശ്യം എന്തോ പ്രശ്നത്തിന് ഊതിയതാണ് നമ്മൾ. പരിപാടി കഴിയും. നമുക്കിനി സമാധാനമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. ഇവിടെ നമ്മുടെ വെജിറ്റബിൾ ഉണ്ട്. ഇത് തുടച്ചെടുക്കുക. ഈ ടിഷ്യൂ ഇവിടെ തന്നെ വെക്കുക, കാരണം ഇത് ഇനി ഉപകാരപ്പെടും. അതിന് ശേഷം നമ്മൾ ആദ്യത്തെ പരിപാടി ഈ കാണുന്ന ഇത് അവസാനം കട്ട് ചെയ്താൽ മതി. ബീഫ് അവസാനം കട്ട് ചെയ്യാം. അതായത് 2 പാത്രം. ഇതുണ്ടോ, ഈ 2 പാത്രമാണ് നമുക്കുള്ളത്. ഇതിൽ മൊത്തം കേട് വീഴുമോ? പിന്നെ ഇതിനകത്ത് വീഴും.
ഇത് മതി. ഇത് മതി. ഇത് വേണോ? ആദ്യം ഈ കേടാണ് നമുക്ക് റെഡിയാക്കേണ്ടത്. അപ്പോൾ അത് കഴുകിയെടുക്കണം. അപ്പം എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് കഴിക്കാം. കൈസ് നോക്കുക, ആ പാത്രം കഴുകിയെടുക്കണം. അത് കഴുകിയെടുത്തിട്ട് 2 സ്പൂണും സംഭവം കഴുകിയെടുക്കണം. മതിയായിരിക്കൂടാ, ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി. സ്പൂൺ കഴുകിയെടുക്കണ്ടേ? വെള്ളം അമൂല്യമാണ്. ഇവിടെയൊക്കെ വെള്ളത്തിന്റെ വില ഇവിടുത്തെ 50 ടെട്രി. ഇത് കുട്ടി ഞാൻ നോക്കി. ഈ 2 പാത്രം കൂടെ കഴുകണം. പരിപാടി കഴിഞ്ഞല്ലേ? അതിൻ്റെ കൂട്ടി ഇതും കൂടി ഒന്ന് കഴുകണം. അരിക്കുള്ള പാത്രം എടുക്കണം, അതിൻ്റെ അകത്ത് അരി ഇടണം. അരിയാ? അതും കിട്ടിങ്ങിനേയും നമുക്ക് അരി ഇട്ടാലോ ആദ്യം. ബുദ്ധിപരമായ നീക്കം അതായിരിക്കും. അരി പെട്ടെന്നാവൂലോ. ബീഫ് ആവുന്നതിൻ്റെ കൂടി സാധനം ആവും. ഈ അരി എന്ന് വെച്ചാൽ സിമ്പിളാ സാധനമല്ലേ. അങ്ങനെ ചെയ്യാട്ടോ. ഓരോന്നോരോന്നിൽ കഴുകി കിട്ടി തുടങ്ങി. ഇതും കഴിയോ? അത് കഴുകണമെന്നില്ല. ഇത് വേണ്ട. ഇതിൻ്റെ അകത്ത് ആദ്യം സലാഡ് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. ഗൈസ് നോക്കൂ, നമ്മുടെ അരി കഴുകി എടുത്തു കേട്ടോ. ഹീറ്റർ ഇട്ടിട്ടുണ്ടോ അവിടെ? ഇതുണ്ട് നമ്മുടെ ബ്ലാങ്കറ്റ് സംഭവങ്ങളൊക്കെ. ഇതുണ്ട് ഇതേപോലെ നമ്മൾ കയറ്റി ഈ സംഭവം ചെയ്ത് ഭയങ്കര ഒരു ഉപകാരം. ഈ കിച്ചനും പക്ഷെ കിച്ചൺ വെച്ച് കഴിഞ്ഞപ്പം ചെല്ലുന്ന സ്ഥലമല്ലേ എക്സ്പെൻസീവ്. നമ്മൾ വന്ന സ്ഥലത്ത് എത്ര ചീപ്പായിരുന്നല്ലേ. ഗൈസ് അരി കഴുകി വെച്ചു. നമുക്ക് ആദ്യം ഇതെല്ലാം കട്ട് ചെയ്ത് ലെവലാക്കി കറി 2 കറിയല്ലേ ഉള്ളൂ. നമുക്ക് ഒരുമിച്ച് അങ്ങ് വെക്കാം അല്ലേ? അതായിരിക്കും ബുദ്ധിപരമായ നീക്കം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുണ്ട് ഇതുപോലെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി കേട്ടോ. ഞങ്ങൾ ഇന്നലെ ഉണ്ടാക്കിയ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ഇവിടെ ഒരു പട്ടിക്കുട്ടിയില്ലേ നേരത്തെ നമ്മൾ കണ്ടേ, അവൻ അവിടെ മൊത്തം ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ തല വരുമെന്ന് അറിയത്തില്ല, ദൈവത്തിനറിയാം കേട്ടോ. അല്ലടാ രവി? മൊത്തം താഴെയിട്ടാക്കോ? നശിപ്പിച്ചു, തകർത്തു. നില മൊത്തം അവിടെയുണ്ട്. ആ ഇന്ത്യൻ ഫുഡല്ലേ, ഭയങ്കര സ്മെല്ലും ഭയങ്കര സ്പൈസിയുള്ള സാധനമല്ലേ. ഇവിടുത്തെ പോലത്തെ വികാരമില്ലാത്ത സാധനം. നിലത്തായിരുന്നു വെച്ചേ? അല്ല, കവറിൻ്റെ അകത്ത്. നീ എന്താ കാണിച്ചു കൊടുക്കവരെ? ഞങ്ങളല്ല, നിങ്ങളുടെ കുക്കറുമാണ്. അതെ, ഇതുണ്ടോ ഇവിടുത്തെ ഈ ഒരു സവോളയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. വെള്ള സവോളയാണ്. വലിയ പിന്നെ നമ്മുടെ സവോള അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് വികാരമൊന്നും ഇല്ലാത്തൊരു സാധനം അല്ലടാ ഇവനെ. അതെ, അതായത് ഇവിടെ എരിവുണ്ട് ഇവനെ. എന്താ പറയാ, കണ്ണ് നീരുന്ന സാധനം. ചൊന പോലത്തെ സംഭവം. ഗൈസ് നാളെ നമുക്ക് കിട്ടില്ല സ്ഥലം. പോയി, എല്ലാം പോയി കേട്ടോ. ചേടാ, എല്ലാം പരിപാടി പാളിപ്പോയി. ഈ മറ്റേ സാധനം ആയതുകൊണ്ട്, ഗ്യാസ് ആയതുകൊണ്ട് ഭയങ്കര തീയ പെട്ടെന്നുണ്ടാവും. എന്നാ നോക്കുന്നത്? മണം വല്ലതും ഉണ്ടോ? ആ പഴയത് ആദ്യം ഉപയോഗിക്കുവനെ. നമ്മൾ ഈ മാങ്ങയ്ക്കൊക്കെ ചൊന ഉണ്ടാവും എന്ന് പറയുന്ന പോലെ ഇതിന് നല്ല ചൊന ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളിതുപോലെ ഒന്ന് തിരുമുവാണെങ്കിൽ വലിയ സമയമൊന്നും ഇല്ലാതെ ഈ സാധനം സെറ്റായി കിട്ടും. ശരിക്കും 5-6 പ്രാവശ്യം തിരുമണം, അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല അല്ലടാ. ഒരു വർഷം തിരുമേണ്ട കേസേ ഉള്ളൂ. ഇതിൻ്റെ ഒരു മറ്റേ എന്നാ പറയുക, ആ മിഴുമിഴുപ്പ് കളയുന്ന കേട്ടോ സംഭവം മതി. ഇനി ഉപ്പ് സാധനം കേട്ടോ. ഇതിന് അടിയിൽ നിന്ന് ഉപ്പ് എടുക്കാൻ പറഞ്ഞു കേട്ടോ. എന്ത് ചെയ്താലും നിങ്ങൾ ഇത് ചെയ്തോണം. ടിഷ്യൂ നല്ല ചില ആൾക്കാർക്ക് നല്ല ചിലവർക്ക് ഇഷ്ടപ്പെടും. നോക്കൂ, കൈയൊക്കെ നോക്കൂ, വെട്ടിത്തിളങ്ങുന്നു. എക്സോയുടെ ശക്തി. ഗൈസ് ആ സാധനം അവിടെ ഇട്ടു. ഇനിയിപ്പം ഈ കാണുന്ന മുളക് ഒരെണ്ണം മതി കേട്ടോ. ഒരെണ്ണം മതി. ഇതുണ്ട് ഇവിടുത്തെ മുളകൊക്കെ ഇങ്ങനെ എത്ര വലുപ്പമുണ്ട്. പക്ഷെ നല്ല എരിവുള്ള സാധനം കേട്ടോ. അതിനാടാ അല്ല, നീല പറഞ്ഞ നല്ല എരിവുള്ള സാധനം. മീൻകറി കിട്ടും അങ്ങനെ ഉണ്ടായിരുന്നു. നല്ല എരിവുള്ള മുളകാ. നമ്മുടെ നാട്ടിൽ പോലെ മുളക് കിട്ടുമില്ല. പക്ഷെ ചെറിയ മുളക് ഉപ്പിലിട്ട സാധനത്തിന് വാങ്ങാൻ കിട്ടൂല. അത് വരുന്ന അറിയത്തില്ലോ. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ പച്ചക്കറികളൊന്നും വലുതായിട്ടില്ലടാ. ഇല്ലല്ലേ. ഗൈസ് ഈ മോരിനുള്ള സാധനങ്ങളാണ് നമ്മൾ ഇതിലേക്ക് അരിഞ്ഞ് ചേർക്കുന്നത്. ഒരെണ്ണം കൂടെ വേണോ? ഒന്നും കൂടി ഇട്ടാരേ. മുളകിന് ക്ഷാമം ഇല്ല നമ്മുടെ അടുത്ത്. മുളക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ നമ്മുടെ അടുത്ത്. ഇഷ്ടം പോലെ സാധനം ഉണ്ടോ ഗൈസ്? ഇതുണ്ടോ, ഇതിനെ നമ്മുടെ നാട്ടിൽ ചല്ലാസ് എന്ന് പറയും, ചിലവർ സലാഡ് എന്ന് പറയും, ചിലവർ ഇംഗ്ലീഷ് പ്രോഗ്രാമത്തിൽ എന്ത് പറയും? ഞങ്ങളിത് കഴിച്ചുകൊണ്ടിരുന്നത് പണ്ട് ചോറിന് കറിയില്ലാത്തപ്പോൾ തൈരും മുളകും. പണ്ട് പശു ഉണ്ടായിരുന്നേ. അതെ, പശു ഉണ്ടായിരുന്ന സമയത്ത് ഈ പശുവിന് പാല് കൊടുത്താലേ വെള്ളം കിട്ടുള്ളൂ. പാലുള്ള സമയത്ത് പട്ടിണി കിടക്കൂല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പശുവിന്റെ പാലും കിട്ടും, തൈരും കിട്ടും അല്ലേ. പശു വീട്ടിൽ പോയപ്പോഴാണ് പിന്നെ മുളക് പൊട്ടിയത് തുടങ്ങിയത്. ഇവനൊക്കെ കരച്ചിലായിരുന്നു പശു പോയപ്പോ. ഇതുണ്ടോ ഈ സാധനം പൊട്ടിക്കുന്നു. ഏതാ മൊത്തത്തിലുള്ള സാധനം. നമ്മുടെ നാട്ടിലെ പോലത്തെ തൈരല്ല കേട്ടോ, ഇത് ഈ ഫാക്ടറി തൈരാണ്. തൈരെന്നാണ് ഇതിന് പറയുന്നത്. കേടെന്നുള്ള തൈരിന്റെ മറ്റൊരു പേര് എന്തോ ഒരു പേര് പറഞ്ഞു, ക്രീം എന്ന് എന്തോ കണ്ടു. അതില്ലെന്നാ പറഞ്ഞത്. നല്ല പുളിയാ. അന്ന് അതിന്റെ ഫോട്ടോ എടുത്ത് വെച്ചോട്ടോ അവനെ. മക്കി നോക്കിയെന്നോ. ഇതിങ്ങനെ ഇത് ഇങ്ങോട്ട് നോക്കി. ഇതേപോലെ ഉണ്ടോ മൊത്തത്തിൽ ഇട്ടാൽ മതി. അവിടെ നമ്മുടെ സ്പൂൺ എന്ത് ചെയ്യാ? കുഞ്ഞു സ്പൂണകത്ത് എടുത്ത് തരാം. ഇപ്പൊ അവിടെ അടുക്കി മാറ്റി വെച്ചവനെ. ഇതേപോലെ ഇങ്ങനെ തോണ്ടി എടുക്കുക. ഇതിനെന്നാ നീ ഇംഗ്ലീഷ് മറ്റേ തർജ്ജമ നോ ക്രീം കേട്. നാച്ചുറൽ കേട് അതന്നെ, അങ്ങനെയല്ലേ പറഞ്ഞ? നോ ക്രീം ഇല്ലാത്ത സൈസ് കേട്. ബാക്കി കളയുവാണേ. ബാക്കി കളഞ്ഞേരെ. ഇതുണ്ടോ ഫുള്ളെടുത്തു, ഇതിലേക്ക് ഇട്ടു. ഈ പെട്ടീനിപ്പം എന്തെങ്കിലും ആവശ്യം വരും, ഇതെല്ലാം വേസ്റ്റ് വല്ല ഇടാം. അങ്ങനെ ഉണ്ടാ. ഈ തൈരിന് എത്ര നാട്ടിലത്തെ 160 രൂപ അല്ലേ? അത്ര ഒറ്റങ്ങനോ. ഓ
ചില കാര്യങ്ങളും ഇതുണ്ട്. ഇതാണ് നമ്മുടെ മസാലപ്പെട്ടി. എല്ലാം കഴിഞ്ഞു. മോനെ ലിബിനെ ഉപ്പ് ഉപ്പ് എന്ത് ചെയ്യേ? നഹി. ഉപ്പ് എങ്ങനെ നെഹി വരിക? ആ അതാ അടുത്ത പ്രാവശ്യം ഉപ്പ് അങ്ങ് ഓർക്കണേ. ഉപ്പ് കഴിഞ്ഞു ഗൈസ്. ഈ ഉപ്പിലേക്ക് ഇത്രയും വേണ്ട, ഇങ്ങനെ വാരി ഇടുക. ഒരു കുറച്ചും കൂടെ തണുപ്പത്ത് ഈ തൈര് മാത്രം മതിയില്ലേ ചോറ് തിന്നാൻ? അതെ അതെ അല്ലേ? അതെ ഗൈസ്. ഇതുണ്ടോ, ഇതിങ്ങനെ കൊണ്ട് ഇളക്കുക. ഉള്ളി കൂടുതലായിപ്പോയോ? ഉള്ളി ഇച്ചിരി കൂടുതലായിപ്പോലെ. ആ കുഴപ്പമൊന്നുമില്ല, നമ്മളല്ലേ, വേറെ ആരും ഇല്ലല്ലോ. ഗൈസ് ഇതുണ്ടോ, കട്ട തൈര്. കട്ട തൈര് ഇല്ല കേട്ടോ, എല്ലാം കറക്റ്റാ. ഇതുപോലെ ഇളക്കുക. ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി നല്ല ചില്ലി ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് ഇതങ്ങോട്ട് വെക്കുക. ആദ്യം തന്നെ കടിച്ച് കർണം പൊട്ടിയിൽ മല്ലിയിലും കൂടെ ഉണ്ടെന്ന് പൊളിച്ചാനേ. ഇനി ഇത് ഉപ്പ് സാധനമൊക്കെ കറക്റ്റാണ്, കറക്റ്റാണ്. ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഉണ്ടോ അതിൽ ഭാഗത്തോട്ട് എടുത്ത് വെച്ചോ. എടുത്ത് വെക്കണോ? വയറ്റിലോട്ട് എടുത്ത് വെച്ചാൽ മതിയോ? അല്ല എവിടെയും എടുത്ത് വെച്ചോടാ, അല്ലെ പോവും. അവിടെ വെച്ചാലും മതിയായിരിക്കും. നല്ലതാ, കൊള്ളാമല്ലേ? ഉള്ള പുളി അല്ലേ? ഇഞ്ചി ഒരു രക്ഷയില്ല നോക്കിയിട്ട്. വെളുത്തുള്ളി ഉണ്ട് നമ്മുടെ കയ്യിൽ, കറിക്കുള്ള വെളുത്തുള്ളി. പിന്നെ വേറെ കാര്യമുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളി ഇവിടെ സ്വർണ്ണോ ആണോ? അതിപ്പോ നമുക്ക് നാട്ടിൽ സ്വർണ്ണം മേടിക്കാം അല്ലേ? ഇത് കറിക്കുള്ള, നമ്മുടെ ബീഫ് കറിക്കുള്ള ഓരോ സാധനമാണ്. തക്കാളി ഉണ്ടായിരുന്നു, പക്ഷെ അത് എവിടെ പോയെന്നുള്ളത് ഒരു പിടിയില്ല കേട്ടോ. നിനക്കോ? ഇതിന് നമ്മൾ കുറച്ച് നമ്മുടെ അടുത്ത് ഉണ്ടെന്ന്, പക്ഷെ നമ്മുടെ അടുത്ത് ഇല്ല. ആ സത്യം നമ്മൾ ഇപ്പോഴാണ് അറിഞ്ഞത്. നഗ്നം അത്ര സത്യം അല്ലേ ഗൈസ്? ഇതുണ്ടോ, പടപടേന്ന് തീർക്കാം, എന്നിട്ട് വേണം കറി ഉണ്ടാക്കാൻ ഇറങ്ങാൻ. അതേ സമയത്ത് തന്നെ ഇത് അരിഞ്ഞ് മാറ്റുവാണെങ്കിൽ എന്നാ സംഭവം എന്ന് ചോദിച്ചാൽ നമുക്ക് ചോറും കറിയൊക്കെ ഒരുമിച്ച് വെക്കാമല്ലോ. ഇത് മാറ്റി വെച്ചേക്കല്ലടാ, മാറ്റി വെച്ചാലേ ഇവിടെ ഇറക്കി വെച്ചേക്കാം. ഇത് ഇന്നലത്തെ സവോളയുടെ ബാക്കിയാട്ടോ. മിസ്സമ്മൾ റെഡിയാക്കട്ടെ കേട്ടോ ഗൈസ്. ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും മിസ്സമ്മൾ ഇവിടെ റെഡിയായി. ഇത് മതി കേട്ടോ, കാരണം ആകെ ഇത്രയും ബീഫേ ഉള്ളൂ. 500, കാരണം ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. ഇത് മേടിച്ചിട്ട് വെറുതെ കളയാൻ വേണ്ടി. എന്ത് രസമാണ് നോക്കി അല്ലേ? അലുവ തന്നെ നമ്മളെപ്പോഴും നോക്കണം കേട്ടോ ബീഫ് മേടിക്കാൻ. നെയ്യ് കളഞ്ഞാൽ കേട്ടോ അവനെ, നെയ്യ് വെക്കണ്ട. ആയിക്കോട്ടെ, നെയ്ക്ക് എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് അല്ലേ? കളയാം. നെയ്യല്ല കേട്ടോ, അത് നെയ്യല്ല, പശള ഭാഗമാണ്. നല്ല റെഡ് മീറ്റ്, നമ്മുടെ നാട്ടിലെ നാടൻ കറിക്ക് വേണ്ടി. റെഡല്ല, കറുപ്പ്. കറുത്ത മീറ്റ്. റെഡ് എന്ന് പറഞ്ഞ പശു അല്ലേ? പശു റെഡ്. ഇത് പോത്ത്. പ്രത്യേകം ഞങ്ങൾ ചോദിച്ചിട്ടാണ് മേടിച്ചത്, കാരണം ഇവനത് കഴിക്കുകയല്ല. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പ്രത്യേകം ചോദിച്ചു, ഇത് ഏതാ എൻ്റെ ജാതകം വരെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു തന്നു, അതിനനുസരിച്ച് ഞങ്ങൾ വാങ്ങിച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ ഈ പാത്രം എന്തിനാണെന്നറിയോ? ഇറച്ചി കഴുകാൻ വേണ്ടിയായിരുന്നു. പണ്ടാരം പാളിപ്പോയല്ലോടാ. അതൊപ്പില്ല, അടുത്ത പാത്രം എടുക്കാലോ. ആ കൊച്ചു പാത്രം എന്തെങ്കിലും പിന്നെ ഏതാ കൊച്ചു പാത്രം? ഒരു ചെറിയ പാത്രം അല്ല, മിസ്സമ്മൾ അതിലേക്ക് മാറ്റാവോ? ഇനി കൊച്ചു പാത്രം ഉണ്ടോ? ആ മേളിയിരിക്കുന്നു. ഇതാ ഇതെടുത്താ പോരെ? അതിലേക്ക് മാറ്റേ. ഇതിനകത്തെടുത്തു. ഇവനെ എപ്പോഴും ഇനി നമ്മൾ ഇങ്ങനെ മേടിച്ചാൽ മതി. ഇവനെ കൂടുതൽ വാങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ കഴിച്ച് ഞങ്ങൾ എന്നെ സംബന്ധിച്ച് 2-3 പ്രാവശ്യം 1 കിലോ 1/2 കിലോ ഒക്കെ മേടിച്ചിട്ട് ഇത് തിന്നാല്ലാതെ കളയും. പിന്നെ അടുത്ത ദിവസത്തേക്ക് എടുത്തു വെക്കാൻ ചില സമയത്ത് ക്ലൈമറ്റ് ഇതിനെ ബാധിക്കും കേട്ടോ. ഫ്രിഡ്ജ് വർക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മളത് മറ്റേ ലിഥിയം ബാറ്ററി ഒന്നും ഇല്ല. ഇതൊന്നും സക്സസ് അല്ല. അതായത് വണ്ടി എന്ത് തരുന്നോ അതൊക്കെയാണ് സക്സസ് ഉള്ളു. അല്ല എബിൻ പറഞ്ഞ ലിഥിയം ബാറ്ററി തരണം, അല്ല ജനറേറ്റർ. ഇംഗ്ലീഷുകാർ ജനറേറ്റർ അല്ലെങ്കിൽ ലിഥിയമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ജനറേറ്റർ ഇവിടെ ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂറും സമ്മതിക്കില്ല. ഒന്നാമതേ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രാന്താണ് ഇവർക്ക്. പിന്നെ കംപ്ലൈൻറ്റ് ചെയ്യാൻ അത് മതി അല്ലേ ലിബി? അപ്പം പോലീസുകാർ വരും. അതെ, എല്ലാവരും പറയുന്ന പോലെ ലാസ്റ്റ് വലിയൊരു ബില്ല് കിട്ടും. ഈ ബില്ല് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മിണ്ടിയിട്ട് കാര്യമൊന്നുമില്ല, അത് അടയ്ക്കുകയോ പോവുക. അതെ, വേറെ ഓപ്ഷനൊന്നുമില്ല. ഫിറ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഒരു നൈഫ് ആദ്യം വൃത്തിയാക്കി എടുക്കണം. അങ്ങനെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഉപയോഗിക്കേണ്ടതല്ലേ. പിന്നെ അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത കട്ടിംഗ് ബോർഡ് വൃത്തിക്ക് തുടയ്ക്കണം. എന്തുകൊണ്ടും നല്ല മരത്തിൻ്റെ കട്ടിംഗ് ബോർഡാണ് കേട്ടോ. ഇതൊന്നും നമുക്ക് നേരത്തെ ബുദ്ധി തോന്നി. ഞങ്ങൾ എല്ലാത്തരം കട്ടിംഗ് ബോർഡും എല്ലാ സാധനം മേടിച്ചു. മരത്തിൻ്റെ ആണ്, നല്ല വൃത്തിയിൽ അവിടെ എല്ലാ ദിവസവും നല്ല തൂത്തും തുടച്ചു വെച്ചാണ് അവിടെ ഇരുന്നോളല്ലേ ഇവനെ. ഒരു പ്രശ്നം ഉണ്ടാവില്ല. മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ആണ്, ഒരു വര വീണാൽ തന്നെ അത് മലങ്കോലോ അല്ലേ ഇവനെ. പിന്നെ നമ്മൾ കഴിക്കുന്നതിന് ആ പ്ലാസ്റ്റിക് തന്നെ ആയിരിക്കും മിക്കവാറും നമ്മൾ കഴിക്കുന്നത്. അതെ, ഇതാകുമ്പോൾ ഒരു കുഴപ്പമില്ല, മരത്തിൻ്റെ ആയതുകൊണ്ട്. ഇത് ഇനിയിപ്പോൾ കിച്ചൺ ടൗലും സംഭവങ്ങളും എല്ലാം ഓരോ സ്ഥലത്തോട്ട് മാറ്റുക, എല്ലാം ഒരു സ്ഥലത്ത് ചോറ് കയറ്റുക. ഇനിയാണ് പരിപാടി തുടങ്ങാൻ വേണ്ടി പോകുന്നത്. ദേ ഓരോന്നായിട്ട് ഒരു ഷൂ കേസ് എടുക്കൂ, ഓരോ ഷൂ കേസിലും ഓരോ സാധനങ്ങളാണ്. അതിനെ ഇങ്ങോട്ട് ഇറക്കി വെച്ചാൽ മാത്രം മതി. ഫടാഫട്ട് പരിപാടികളാട്ടോ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ഇതിൻ്റെ അതിപ്പോൾ നമ്മൾ അരി കയറ്റും. ഗ്യാസ് ഒരു 2 കൂടെ ഉള്ളൂ കേട്ടോ. ഇനി മേടിക്കണേ, ഓർക്കണേ. ഗ്യാസ് കഴിഞ്ഞു.
ഗ്യാസ് പിന്നെ മേലുണ്ട്, അതിൽ 1.25 വലുതായിട്ടില്ല അതിൻ്റെ അകത്തൊന്നും. അല്ല പിന്നെ ഒരു കണ്ണാസ് മൊത്തം നമ്മൾ ഇതെടുത്താണല്ലോ, ഒരു കണ്ണാസിന്റെ അത്രയും മൊത്തം കൂട്ടില് ഇല്ല മേടിച്ചില്ല. പിന്നെ മേളിലുള്ള ഫുള്ളല്ല ഗ്യാസും. നമ്മൾ അവസാനം തന്നെ 6 എണ്ണം മേടിച്ചോ. ഞാൻ പോയിട്ട് ഒരു ദിവസം പോയിട്ട് കുക്കിംഗ് ഗ്യാസ് 4 എണ്ണം കസാക്കിസ്ഥാനിൽ നിന്ന് മേടിച്ചു, 5 എണ്ണം കണ്ട്. ഇതാണ് നമ്മുടെ കിച്ചൺ റെഡി ആയിരിക്കുകയാണ്. എന്തൊക്കെ സെറ്റപ്പാ ഗൈസ്, ഇതൊക്കെ ഭയങ്കര സെറ്റപ്പാണ്. ഇതൊന്ന് ടൈറ്റാക്കി വെക്കുന്ന പോലെ എന്ത് സെറ്റപ്പും കൂടി കിട്ടുന്ന ഫിക്സ് അല്ലേ? ഫിക്സ് ആക്കാൻ ഇതുണ്ടോ, ഇതിൻ്റെ ഇവിടെ സ്വിച്ച് ഉണ്ട്, അത് താത്തുന്നു, ഇതൊരു തിരിക്കുന്നു, ഇതേ ഇവിടെ തീ കത്തി. ഇനി ഇതിങ്ങനെ എടുത്ത് വെക്കുന്നു, ഇതിങ്ങനെ ജസ്റ്റ് ഒരു വര കൊടുക്കുന്നു, ഇതേ ഈ വെള്ളം എടുക്കുന്നു, വലുതിൽ ഒഴിക്കാല്ലടാ, എടുത്ത് വെക്കാൻ പാട്. ഇതേ ഇതിൻ്റെ അകത്ത് ഇതെടുക്കുന്നു, ഇതേ അരി തയ്യാർ. ഒരു 10 മിനിറ്റ് മതി ബസുമതി അരി ആവും കേട്ടോ, വെറും 10 മിനിറ്റ്. വേറെ നമ്മളുള്ള നാട്ടിൽ നിന്ന് അരിയും കൊണ്ടുവന്ന് അതും കൊണ്ടുവന്ന് സമയം കളയാൻ വേണ്ടി നമുക്ക് യൂറോപ്പിൽ ചെയ്യുമ്പോൾ സ്വർണ്ണത്തിന്റെ വിലയ്ക്ക് മറിച്ച് വയ്ക്കാം. അതെ, ഇത് കണ്ടോ, ഇതായി. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കണം, വേണം ഉപ്പിട്ട് കൊടുക്കാം, ഞങ്ങൾ ഉപ്പിട്ട് കൊടുക്കുന്നില്ല. ഇത് കണ്ടോ, ഒരു ജസ്റ്റ് ഇളക്കിളക്കി ഒരു 10 മിനിറ്റ് മതി സംഭവം. ഇനി ഇതാക്കണമെന്നുണ്ടെങ്കിൽ മറക്കി ലിബി, അവിടെ ഓൾറെഡി നമ്മളൊരു പാത്രം കഴുകി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കഴുകി എടുക്കണം കേട്ടോ, 1, 2 പ്രാവശ്യം 3 പ്രാവശ്യം ഇത് കഴുകണം. കഴിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുവയുണ്ടാവും. ഇത് നമ്മുടെ ബീഫ് കറിക്കുള്ള 2 കറി നമ്മളിന്ന് വെക്കുന്നുള്ളൂ. ഇവിടെ തീ റെഡിയായി, ഇവിടെ നമ്മൾ ബീഫ് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എണ്ണ ഇതിൻ്റെ അകത്ത് അവിടെ വെച്ചാക്കുന്നത്, ഇതിൻ്റെ അകത്തല്ല എണ്ണ അതിൻ്റെ അകത്ത് ഞാനായിട്ട് ഇതിൻ്റെ അകത്ത് ഞാൻ ഇട്ടതുപോലെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇല്ല, അപ്പോൾ രണ്ടാമത് ഇതിൻ്റെ അകത്ത് എടുത്തായിരുന്നു ഇന്നലെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എണ്ണ ചൂടായി കിട്ടണം, അല്ല അതിന് കാര്യമില്ല. അയ്യോ, നേരെ ചോറിൻ്റെ വെള്ളത്തിലിട്ടോ, നടക്കുള്ളൂ. ചൂടായിട്ട് നേരെ ചോറിൻ്റെ വെള്ളത്തിൽ ഇടുന്നു. കേട്ടോ, നടക്കൂല. എങ്ങനെ പോയാലും 10-15 മിനിറ്റ് കൊണ്ട് സംഭവം റെഡിയാവും. ഇത്ര നാൾ കൂടിയാണെന്നറിയാമോ നിങ്ങൾ കാണുന്ന ഞങ്ങൾ ഈ വണ്ടി ഭക്ഷണം വെക്കുന്ന എല്ലാവരും പറയാറുണ്ട് വെക്കെന്നുള്ളത്. സാഹചര്യവും സന്ദർഭവും ശരിയായി വന്നില്ല, ഓട്ടോ അല്ലായിരുന്നോ. ഇന്നൊരു വെറൈറ്റിക്ക് ചിക്കൻ മസാലയിലാണ് പോത്തിറച്ചി അറിയിക്കുക. ഞങ്ങളുടെ പോത്ത് മസാല ഉണ്ട്, പക്ഷെ ലിബിൻ പറയുന്നു ഇതിലൊന്ന് ട്രൈ ചെയ്യാൻ. അങ്ങനെ ട്രൈ ചെയ്യുവാണ്. മസാലയെല്ലാം ഒന്ന് തന്നെ, അതിൻ്റെ അകത്ത് വേരിയേഷനാണ് പ്രശ്നമുള്ളൂ. എന്ത് വേരിയേഷൻ പിന്നെ അതിൻ്റെ അകത്ത് ചിലവരിൻ്റെ കറിപ്പടക്കാർ അതിൻ്റെ അകത്ത് ഗരം മസാല കൂട്ടും, ചിലർ അതിൻ്റെ അകത്ത് മഞ്ഞപ്പൊടി കൂട്ടും. അങ്ങനെ വേരിയേഷനാണ് ഈ മസാല. എല്ലാം ഒന്ന് തന്നെയാണ്. എല്ലാ തന്ന ഫ്ലാഗുകളും ഇവിടെ ഉണ്ട് കേട്ടോ. അതാ ഇത് എല്ലാ രാജ്യത്തിൻ്റെ ഫ്ലാഗ് നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. മേടിക്കാം അല്ലേ? എല്ലായിട്ട് കൊണ്ടു തരുമേ, പേടിക്കണ്ട. അതിനാ നമ്മൾ രാജ്യത്ത് കയറാൻ നേരത്തെ രാജ്യത്തിൻ്റെ ഫ്ലാഗ് ആയാലും മേടിച്ചിരും. തുർക്കിയുടെ ഫ്ലാഗ് എന്തായാലും മേടിക്കണം. നമ്മുടെ കയ്യിലുള്ള എണ്ണ ആ സ്പൂണും കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. അപ്പം ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇവിടുത്തെ ഒരു കാലാവസ്ഥ എന്നാന്നുള്ളത്. കാലാവസ്ഥ വ്യതിയാനം. നമ്മുടെ നാട്ടിലെ മൂന്നാർ പോലത്തെ സ്ഥലം എവിടെ തുർക്കിയിലേത്? ഇവിടെ ഡെസേർട്ട് അല്ലല്ലോ, ഇവിടെ ഡെസേർട്ട് ഉണ്ടല്ലേ? ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൻ്റെ അകത്തോട്ട് ഇട്ട് കേട്ടോ. അയ്യോ, എണ്ണ ഇതിൻ്റെ അകത്ത് എടുക്കൽ ഭയങ്കര പാടാണ്. കാലാവസ്ഥ മാറി വെളിച്ചെണ്ണ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. ഈ പ്രാവശ്യം അബദ്ധം പറ്റിപ്പോയത് മസാല കുറച്ച് കൊണ്ടുപോകുന്നു. പക്ഷേ മസാല നമുക്ക് ആ ലഗേജ് ഇല്ലാതെയാ പറ്റിപ്പോയത്. അതെ, സാധനം എല്ലാം വലിച്ചേറ്റിക്കൊണ്ട് ലഗേജ് ഇല്ലാതെ സത്യം. പിന്നെ അതെന്ന് പറഞ്ഞാൽ അതെല്ലാം കളഞ്ഞിട്ട് നമുക്ക് അത് ഇടാന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അത് കളയണ്ട, ഇത് അച്ചാറ് കൊണ്ടുവരാൻ. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ, അതെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഒന്ന് ഇത് ഷോർട്ടായി വരേണ്ട താമസം. ഞാൻ തീ കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല സുഖം കേട്ടോ, ഇതിൻ്റെ അകത്ത് കുക്ക് ചെയ്യാൻ ഭയങ്കര രസമാണ്. കാരണം ഭയങ്കര സ്പീഡാണ്. സാധാരണ നമ്മുടെ ഗ്യാസ് പോലെയല്ല, ഇത് ഭയങ്കര സ്പീഡിൽ നമുക്ക് പണി തീർക്കാം. ഭയങ്കര എളുപ്പമാണ്. കാരണം ഈ ക്യാമ്പിംഗ് സാധനം ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അരി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനിച്ചിരി റൈസ് കൂടുതലാണ്. കഴിഞ്ഞ ദിവസം ചോറ് എടുത്ത് വെച്ച് ഇതിൻ്റെ അകത്തുണ്ട്, പക്ഷേ അത് എടുക്കുന്നില്ല. ഇന്നൊരു വെറൈറ്റിക്ക് നമ്മൾ ഇതിൻ്റെ അകത്താണ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. കാരിഫോർ എന്ന് പറഞ്ഞാൽ ഇവിടെയും ജോർജിയയിലും എല്ലായിടത്തും ഉള്ള ഒരു വലിയൊരു ചെയിൻ കമ്പനിയാണ്. ഏറ്റവും വലിയ 7-Eleven അല്ലേ ഏറ്റവും വലുത്? അത് സൂപ്പർ മാർക്കറ്റ് ആയിട്ടല്ലോ, അത് ഗ്രോസറി ഐറ്റം അങ്ങനെ എല്ലാം ഇല്ലല്ലോ. ഇല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. യെസ്, നമ്മുടെ എണ്ണയായിരിക്കുകയാണ്. ദേ നേരെ ഈ മിസ്സമ്പിള ഇതിലേക്ക് തട്ടുന്നു. പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ പടപടേ എന്നുള്ള ഈ ഒരു ഇളക്കി കൊടുക്കലും അങ്ങനെയുള്ള പരിപാടിയാണ്. കാരണം ഇത് കുറച്ച് നീ പറഞ്ഞ കറക്റ്റാട്ടോ. ഞാൻ ചെയ്ത പോലെ ചെയ്തായിരുന്നു. ഉള്ളി ഭയങ്കരമായിട്ട് കൂടിപ്പോയാൽ കുറച്ച് സാധനമല്ലേ ഉള്ളൂ. സാധനം കുറച്ചുള്ളതിന് അത്ര മതി ഇട്ടോ. എടാ ഉപ്പ് എടുപ്പോടാ. സവോളയും കാര്യങ്ങളൊക്കെ അങ്ങനെ വരണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം ചിക്കൻ മസാല ചേർത്ത് ഞങ്ങളങ്ങനെ ബീഫ് കറി ഉണ്ടാക്കാൻ പോകും. എങ്ങനെയാവുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഒരു പരീക്ഷണം അല്ലേ പിന്നെ? ഒരു പരീക്ഷണമാണ്. എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതുണ്ട്, ഇതിനിപ്പോൾ ഇതിൻ്റെ അകത്തിട്ട് വരട്ടി എടുക്കണം. ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അതായത് ഈ മസാല, അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഭയങ്കര കുത്തലായിരിക്കും. സ്ലോ ആയിട്ട് ഈ കാണുന്ന മസാല ഒന്ന് റെഡിയായി വരട്ടെ കേട്ടോ. എന്താ സെറ്റപ്പ്! മണം, നല്ല മണം വന്നു തുടങ്ങി കേട്ടോ.
ആഹാ ഗൈസ് സാധനം ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ. എടാ റൈസ് ആയില്ലല്ലോടാ. തീ കുറവാണോ? തീ ഊട്ടിയെ തന്നെ ഇട്ടേക്കുന്നേ. ഗ്യാസ് കുറവാണോ? ആട്ടെ, തിളയ്ക്കുന്നുണ്ട്. ഇവനെ ഇതൊക്കെ എടുത്ത് മാറ്റി കേട്ടോ. വേറെ കാര്യമുണ്ട് ഇവനെ. നമ്മള് പച്ചവെള്ളത്തിലല്ലേ ഇട്ടേ, ഭയങ്കര തണുപ്പല്ലേ ഇവിടെ. ഇത് വെള്ളം ചൂടാകാൻ തന്നെ നല്ല സമയം. ഇതിങ്ങനെ ഇറക്കി വെക്കണേടാ. ഇതിലേക്ക് നമ്മുടെ ഇറച്ചി തട്ടി കൊടുക്കാട്ടോ. ആഹാ ഇതന്നെ നമ്മൾ രണ്ടുപേരും കഴിച്ചാൽ തീരത്തില്ല കേട്ടോ. കൂടുതലല്ലേ? ഇത് കളയട്ടെ. ഇത് തന്നെ കൂടുതലാട്ടോ. 100% ഉറപ്പാ പെട്ടു. ബാക്കി എന്ത് ചെയ്യും? എടുത്ത് വെച്ച് ഇരിക്കുവോ? അതിനുള്ള തണുപ്പുമില്ല അല്ലേടാ ലിബി? നല്ല മൈനസ് വന്നു കഴിഞ്ഞാൽ എത്ര ഇത് എന്ത് ചെയ്താലും ഇത് കീറുക, എന്നിട്ട് ഇതാ കൈ തുടയ്ക്കുക, ഇങ്ങനെ തുടയ്ക്കുക. ഇത് തന്നെ പരിപാടി. ഇതാ ഇനി വെള്ളം ഒഴിക്കുന്നു, നേരെ മൂടി. ഓവർ വെള്ളം ഒഴിക്കണ്ട. നമുക്ക് ഇതിൻ്റെ ഇതിൽ തന്നെ വെന്ത് വരട്ടെ. പരട്ടിയെടുക്കാൻ ഉദ്ദേശിച്ചേ. ഇച്ചിരി വെള്ളം തരാനുണ്ടോ? പൊടിക്ക്. അതും കന്നെടുത്താടാ ലിബിനെ. ഇതൊക്കെ അടപ്പെടുത്ത് വെക്കണേ. അതെ, ഒരു പൊടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓവർ വെള്ളം ഒഴിച്ചു കൊടുക്കേ വേണ്ട. ഒഴിച്ചു വെച്ചേക്കെ, ബീഫല്ലേ, വേഗട്ടെ. അല്ല, മൂടിയിട്ട് ഇതിൻ്റെ അകത്തുള്ള ഇറങ്ങട്ടെ. ഗൈസ് നമ്മുടെ ചോറും കറിയും ആവാൻ എന്തായാലും സമയം എടുക്കും. കറി ഞാൻ മൂടി വെച്ചു. ഇത്ര തീ വേണ്ട കാര്യമില്ല. ഇതിന് ഓവർ തീ വെച്ചാലും പ്രശ്നമാണ്. കാരണം വെച്ചാൽ ഇതിന് ഗ്യാസ് കത്തി തീരുന്ന അറിയാലോ കേട്ടോ. അത് റെഡിയായി. ഇവിടെ ചോറും കിടപ്പുണ്ട്. രണ്ടും ഇവിടെ നിൽക്കട്ടെ. ആ സമയം കൊണ്ട് ഇവിടെയുള്ള ബാക്കി സാധനങ്ങൾ നമുക്ക് കഴുകി ഇതിൻ്റെ അകത്ത് തന്നെ കയറ്റാട്ടോ. അല്ലെങ്കിൽ എന്താ സംഭവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം പിന്നെ നമ്മൾ ഒന്നേന്ന് ചെയ്ത് റെഡിയാക്കി എടുക്കേണ്ടി വരും കേട്ടോ. അല്ലാടാ ലിബിയെ? പിന്നെ തുടയ്ക്കുക, എല്ലാം തുടച്ച് കയറ്റി വെക്കുക പരമാവധി സാധനങ്ങൾ. അതെ, വെള്ളം എത്രത്തോളം ഒഴിവാക്കി അത്രത്തോളം നമ്മൾ സേവ് ചെയ്യണം. നമുക്ക് ഇതെല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കി എടുക്കണം ഇവിടെ. ഗൈസ്, നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടൽ എടുത്ത് കിടന്നാൽ പോലും നമ്മുടെ സ്വന്തം ഭക്ഷണം വെക്കാനോ ഇതേപോലെ ഒന്നും കുക്ക് ചെയ്യാനൊന്നും പറ്റില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതുകൊണ്ട് വന്ന് നേരെ വന്ന് നോക്കിയേ, നേരം ബോറടിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിന്നാൽ മതി. അവിടെയുള്ളവർ വിചാരിക്കുന്നു ഇതെന്ത് സ്വർഗ്ഗമാണ്, നമ്മൾ വിചാരിക്കുന്നു ഗൈസ്. ഇവിടെ EV ചാർജിങ്ങിനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ വണ്ടി ഇവിടെ EV വളരെ കുറവാണെന്ന് തോന്നുന്നു. ടൗണിലുണ്ടോ? ലിഥിയം ബാറ്ററി ഒക്കെ ചാർജ് ചെയ്യുന്ന സാധനം ആയിരിക്കും. ആഹാ, ഇതൊന്നുമല്ല. ക്യാമറമാന് വേണ്ടി ഇലക്ട്രിക് സപ്ലൈ കൊടുക്കുന്നത് അതടക്കം കേട്ടോ. നമുക്ക് 800 നമുക്ക് ഇലക്ട്രിസിറ്റി അടക്കമാണ്. പക്ഷെ നമ്മുടെ വണ്ടിക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇലക്ട്രിസിറ്റി തേങ്ങ മാങ്ങ നമ്മുടെ വണ്ടിക്ക് ഇല്ലല്ലോ. ഈ ബുദ്ധി ഞങ്ങൾക്ക് എന്തുകൊണ്ട് നേരത്തെ തോന്നിയില്ല എന്ന് ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഇത്രയും പെട്ടെന്നാകുന്നൊരു അരി നമ്മുടെ നാട്ടിലെ അരിയും വെച്ച് മണിക്കൂറുകളോളം ഇരിക്കണം. ഇതാകുമ്പോൾ പടപടേന്നാവും. ഇനിയിപ്പോൾ ഇതും കൂടെ ആയാൽ മതി കേട്ടോടാ. ഇവിടെ പൊന്നു വരെ വാങ്ങാൻ കിട്ടുവാനെ, വായിക്കാൻ അറിഞ്ഞാൽ മതി. ഇവിടുത്തെ ഭാഷ അറിഞ്ഞാൽ മതി. ഇവിടെയൊക്കെ എല്ലാ അരിയും കിട്ടും അല്ലേ? പക്ഷെ നമ്മുടെ കേരള അരി കണ്ടിട്ടില്ല കേട്ടോ. ടൈറ്റായി വരണം കേട്ടോ. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. തുറന്നു വെച്ചാൽ മതി അവനെ, തുറന്നു വെച്ചാൽ മതി. ഗൈസ്, ഇത് നമ്മുടെ പ്ലേറ്റ്. ഈ പ്ലേറ്റ് കഴുകാതിരിക്കാനാണ് ഈ സാധനം മേടിച്ചത്. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഡിസ്പോസൽ പ്ലേറ്റ് വെക്കുന്നു. നിന്റെ പ്ലേറ്റ് വെക്കുന്നു എന്നുവെച്ചാൽ 2 എണ്ണം. ഗൈസ്, ഇതിലേക്ക് ചോറിടുന്നു. ചോറിന്ന് കൂടുതലാണ്. അത് 100% ഉറപ്പാട്ടോ. പണി പാളി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. നിനക്കോ? എനിക്കും പാളിന്ന് മനസ്സിലായി. തീരും. നമുക്ക് രാവിലെ എന്തെങ്കിലും കാണിച്ച് തീർക്കണം. ചോറ് കളയാൻ പറ്റൂലല്ലോ. ഗൈസ്, ഇതുണ്ടോ, ഇതിലേക്ക് ഇങ്ങനെ ചോറിടുന്നു. ഇതെന്തായാലും നല്ലൊരു തീരുമാനം. ഇപ്പോൾ ഇതുണ്ടോ, ഇവിടുന്ന് നമ്മൾ ഇതുണ്ടോ നല്ല തിക്ക് ഗ്രേവി. ഇത് നോക്കൂ ഗൈസ്, ഇതുണ്ടോ നല്ല തിക്കായിട്ടുള്ള നമ്മുടെ കിടിലൻ കറി. ഇതാ നല്ല ബീഫ് കറി. ഇതാ ഇതിലേക്ക് ഇങ്ങോട്ട് ചാർത്തി കൊടുക്കുന്നു. തകർത്തു. എത്ര ദിവസം കൂടിയാണെന്നറിയാം നമ്മുടെ ഭക്ഷണം. ഇതിനിപ്പോൾ അടുത്ത സാധനം കാണിച്ചു തരാം. വരൂ. എവിടെയാടാ? വരൂ. ഇതാണ് നമ്മുടെ അടുത്ത സാധനം. അതിനിവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കണം. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ഈ സാധനം ഇടണം. ഇത് അടിപൊളി സാധനം കേട്ടോ. ഇതും നല്ല പിന്നെ നാളെ കഴിച്ചിട്ട് പോവാം. നല്ല ആയിരിക്കും തടിക്ക് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പാത്രത്തിൽ തന്നെ കഴിച്ചാൽ പോരെ? അതിനാടാ? നീയാണ് അങ്ങനെ എടുത്തു. ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാ. ഇരിപ്പിടം ഇവിടെ ഇരിക്കുന്നു. പിന്നെ പരമാവധി ഇതിൻ്റെ അകത്ത് കഴിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. അതിനാ പാത്രം കഴിയണ്ടല്ലോ എത്ര. ഇതും കൂടി ഇങ്ങനെ മിക്സ് ചെയ്യുന്നു. ഇത് തൈര്. ഇരിക്കാൻ സാധ്യത കുറവാട്ടോ. എങ്ങനെ? തണുപ്പ് കുറവാ. ആണോ? ഗൈസ് നോക്കൂ, ലിബിൻ ഇതിനോട് താല്പര്യമില്ല കേട്ടോ. എന്തായാലും ലിബിനെടുത്ത് തുറക്കളഞ്ഞു. ലിബിൻ ചോറെടുക്കാൻ പോയി. വലിയ പാത്രം വാങ്ങണമായിരുന്നു ഇവനെ. അതോ ഉള്ളടാ അവിടെ മാക്സിമം. ഇവർ കുറച്ചേ കഴിക്കുള്ളൂ. ഇങ്ങനെ ഇട്ട് ഞെരുക്കി ഇതും കൂടെ കൂട്ടി ഇങ്ങനെ പിടിച്ച് ബസ്മതിക്ക് വരും. നമ്മളെ അരി ആയിരുന്നേല് സൂപ്പറാണ്. നാളെ രാവിലെ വരെ ഇരിക്കേണ്ടി വരും. ആവാനല്ലേ?
അത് യാഥാർത്ഥ്യം കേട്ടോ. ഒരു കുഴപ്പമില്ല, നല്ല കിടിലൻ സാധനം, 100%. നീ തിന്ന് നോക്ക്. നീ കിട്ടില്ലെന്നേ. എന്നാ ഇത് വേണ്ട. കാര്യങ്ങളെല്ലാം ഒരു ചൊവയുണ്ടായിരുന്നു. ആ ചെറിയ ചൊവ അല്ലേ? മേടിച്ചായിരുന്നു ഏറ്റവും കൂടുതൽ ചൊവ. ഇതിന് എത്ര ചൊവയില്ല അല്ലേ? ഇവിടെ ഒറിജിനൽ ബീഫ് ഫുഡ് ഇടാം. ഇവിടുന്ന് വരുന്ന സാധനം ഫോർസനാ നമുക്ക് തന്നെ. കഴിച്ച് ഇനി ഇത് ഞങ്ങൾ കഴിക്കട്ടെ. കഴിച്ചതെല്ലാം വൃത്തിയാക്കിയിട്ട് എഡിറ്റ് ചെയ്യണം.